നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവർ ഇന്ന് കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ഒരു വചനമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 16-ാം വചനം. വചനപ്രകാരമാണ് പറയുന്നത്: അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ വലിയ ഒരു ദീപ്തി ഉദയം ചെയ്ത ഒരു മഹാസംഭവമാണ് നമ്മളിവിടെ വായിച്ചത്. ഞാൻ ഇവിടെ നിൽക്കാൻ യോഗ്യതയുണ്ടായിട്ട് നിൽക്കുന്ന ഒരാളല്ല. ഞാൻ എന്നൊക്കെ കർത്താവിൻ്റെ വചനം ഉയർത്താൻ, ഈ ദൈവവചനം ഏറ്റെടുക്കുവാൻ, ഈ ദൈവവചനം പഠിക്കുവാൻ, ഈ വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കുവാൻ എന്നൊക്കെ ഞാൻ വില കൊടുത്തോ, എന്നു മുതൽ ഞാൻ വില കൊടുത്തോ, അന്ന് മുതൽ കർത്താവ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. 2 പേരോട് പോലും ഒരു വാക്ക് സംസാരിക്കാൻ കഴിവില്ലാതിരുന്ന, വിറച്ച് അസ്വസ്ഥതപ്പെട്ട് അപകർഷതാബോധം നിറഞ്ഞിരുന്ന ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്നെ മാറ്റിയ പുസ്തകം ഇതാണ്. ഹല്ലേലൂയ. ഈ പെട്ടകം തോളിലെടുക്കാൻ തുടങ്ങി അന്ന് മുതൽ എൻ്റെ അവസ്ഥകൾ മാറാൻ തുടങ്ങി. ഈ പെട്ടകം തോളിൽ എടുത്തുകൊണ്ട് എവിടെയൊക്കെ ചെല്ലുന്നു അവിടെയൊക്കെ ജോർദാൻ നദി 2ആയിട്ട് പിൻവാങ്ങുന്നതായും കർത്താവ് വാതിൽ തുറക്കുന്നതായും ഞാൻ മനസ്സിലാക്കി. ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 13-ാം വചനം ഇങ്ങനെ പറയുന്നു. ഏറ്റു പറയാം: അവൻ രക്തത്തിൽ മുക്കിയ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അഭിഷേകം വരുന്നുണ്ട്. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. രക്തത്തിൽ മേലങ്കി മുക്കിയവൻ്റെ നാമം എന്താണ്? ദൈവവചനം. രക്തത്തിൽ മേലങ്കി മുക്കിയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊക്കെ ഒരു മേലങ്കി കൊണ്ട് മൂടപ്പെട്ടു, നമ്മുടെ കുടുംബം മൂടപ്പെട്ടു. ദൈവവചനം പാഞ്ഞു വരുന്നു. ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് വചനം അയച്ചാണ് അവർ. സങ്കീർത്തനം 107:20 നമ്മൾ വായിക്കുന്നത്, അവിടുന്ന് വചനം അയച്ചവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് പറഞ്ഞ്, അവിടുന്ന് വചനമയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വചനം അയക്കുന്നവനാണ്. കർത്താവ് വചനം അയക്കുന്നവനാണ്. നമ്മൾ അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുമ്പോൾ കർത്താവ് അത് സ്വർഗത്തിൽ സ്ഥിരീകരിക്കുകയാണ്. നമ്മൾ വായിക്കുന്നുണ്ട് സങ്കീർത്തനം 119:82, കർത്താവേ അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമായിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞേ, കർത്താവേ അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമായിരിക്കുന്നു. കർത്താവിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടിയ നിധിയാണിത്? ഇതാരെഴുതിയ പുസ്തകമാണിത്? ദൈവം എഴുതിയ പുസ്തകമാണല്ലേ. നമുക്ക് ബഹ്റിനിൽ നിന്നും ഒരു സോപ്പ് കിട്ടിയാൽ പോലും വലിയ സന്തോഷമാണ്. എന്നാൽ ഈ വചനം എവിടെ നിന്ന് കിട്ടിയതാണ്? ഈ വചനം എവിടെ നിന്നാണ്? കർത്താവേ അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി അവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി ഭയപ്പെട്ടിരുന്ന, തൻ്റെ ഭർത്താവിനെ പേടി, അമ്മ വീട്ടിലെ പേടി, ആകെ പേടി, നിരാശയുടെ കൂമ്പായി തല കുനിഞ്ഞിരുന്ന ഒരു ചേച്ചി അവിടെ വന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു ഉപദേശം കൊടുത്തില്ല ആ ചേച്ചിക്ക്. ചേച്ചി തല നിവർത്തി പിടിക്കേ, ചേച്ചി അവരോട് പോയി മിണ്ട്, ചേച്ചി അവരോട് പോയി സംസാരിക്കേ, ചേച്ചിക്ക് അതിന് സാധിക്കുമെന്നൊന്നും പറഞ്ഞ് ഞാൻ ബലം ഒന്നും കൊടുത്തില്ല. 1000 ഉപദേശത്തേക്കാൾ എ സിംഗിൾ വേർഡ് ഓഫ് ഗോഡ്, ഒരൊറ്റ വചനം പറഞ്ഞാൽ മതി. 1000 ഉപദേശത്തേക്കാൾ. ഇന്ന് ഉപദേശം കേട്ട് മനുഷ്യർ മടുത്തു. നമുക്കെല്ലാവർക്കും ഉപദേശം പറയാനായിട്ട് അറിയാം, എന്നാൽ നമ്മിൽ പലർക്കും വചനം പറയാനായിട്ട് അറിയത്തില്ല. ഇങ്ങനെ ചേച്ചി എന്നോട് പറഞ്ഞ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. കുടുംബത്തിൽ ഭയങ്കരമായ അലോരസങ്ങൾ, അവിടെ മദ്യത്തിൻ്റെ ദുർഗന്ധമുണ്ട്, മാത്രമല്ല അവിടെ അശ്ലീല സംഭാഷണങ്ങളുണ്ട്, അവിടെ ഭർത്താവുമായിട്ട് യോജിച്ച് പോകാനായിട്ട് പറ്റുന്നില്ല, മക്കളെല്ലാം മൊബൈൽ ഫോണിന് അഡിക്ഷനായിട്ട് ഇങ്ങനെ തല കുനിച്ച് മക്കളെല്ലാവരും ഇരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യും? ഒരൊറ്റയാൻ യുദ്ധം പോലെ ഞാനിങ്ങനെ നടക്കുകയാണ് സിസ്റ്റർ. എന്തിനു ജീവിക്കുന്നു? ഒരു നിരാശ എൻ്റെ ജീവിതത്തെ മതിച്ചിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ ചേച്ചിയോട് ഒരു ഉപദേശം പറഞ്ഞില്ല, ചേച്ചി ഇന്ന കാര്യം ചെയ്യാനൊന്നും പറഞ്ഞില്ല. ഒരൊറ്റ വചനം, യേശുനാമത്തിൽ ഒരു വചനം പറഞ്ഞു. നമ്മൾക്കറിയാം വചനം, സങ്കീർത്തനം 147:15, കർത്താവിൻ്റെ വചനം പാഞ്ഞു വരുന്നു എന്ന് പറഞ്ഞേ. കർത്താവിൻ്റെ വചനം പാഞ്ഞു വരുന്നു.
എന്താ പാഞ്ഞു വരുന്നെന്ന് പറഞ്ഞാൽ ഇട്ടിമിന്നൽ പോലെ ദൈവശബ്ദം, ദൈവശക്തി ആ വചനം പറയുമ്പോൾ ആ വ്യക്തിയിലേക്ക്, ആ അവസരത്തിലേക്ക് പാഞ്ഞു വരുന്നു. കർത്താവിൻ്റെ വചനം പാഞ്ഞു വരുന്നു. സങ്കീർത്തനം 147:15 പറയുകയാണ്, കർത്താവിൻ്റെ വചനം പാഞ്ഞു വരുന്നു. വീണ്ടും നമുക്കറിയാം സങ്കീർത്തനം 29:7 പറയുന്നു. സങ്കീർത്തനം 29:7 അറിയാവുന്നവരെന്ന് പറയാവോ? കാരിസ് ഭവൻ റിട്രീറ്റ് സെൻറ്ററിലേക്ക് വരുന്ന നിങ്ങളൊക്കെ ഒത്തിരി വചനം അറിയാവുന്നവരാണെന്ന് എനിക്കറിയാം. കാരണം കാരിച്ചിന് ഫാദേഴ്സ് എല്ലാം ഒരുപാട് വചനം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെന്നറിയാം. സങ്കീർത്തനം 29:7 എന്താ പറയുന്നത്? കറക്റ്റ് പറഞ്ഞു ചേച്ചി, പറഞ്ഞു. കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. പറഞ്ഞേ, കർത്താവിന്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. അതായത് ഒരു വ്യക്തി ദൈവവചനം പറയുമ്പോൾ അവിടെ ഒരു തീക്കാറ്റുണ്ടാകുന്നു എന്ന്. ഞാൻ ഏറ്റവും ബലഹീനയാണ്, ഞാൻ ഏറ്റവും പാപിയാണ്, ഞാൻ പാപികളിൽ ഒന്നാമത്തെ ആളാണ്. എങ്കിലും എൻ്റെ അത്തരം തുറന്ന് ഞാൻ ഈ മഹാനുഗ്രഹത്തിൻ്റെ ഈ അക്ഷയ പാത്രത്തിലെ ദൈവവചനം പറയുമ്പോൾ അവിടെ അഗ്നി ഇറങ്ങി വരുന്നുവെന്ന്. ഹല്ലേലൂയ. കർത്താവിന്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ആരെങ്കിലും മഞ്ഞിൽ പൊതിഞ്ഞ് വന്നിട്ടുണ്ടോ? മഞ്ഞിൽ പൊതിഞ്ഞ് എന്താണ്? തണുപ്പ്, മരവിപ്പ്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കൊന്ത ചെല്ലാൻ പറ്റുന്നില്ല, വചനം വായിക്കാൻ പറ്റുന്നില്ല, വെറുപ്പാണ്, ഒരു സ്നേഹത്തിൻ്റെ ഊഷ്മളത തോന്നുന്നില്ല, ഒരു സ്നേഹത്തിൻ്റെ ലഹരി തോന്നുന്നില്ല, കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ ഏറെയാണ്, ഒന്നിലും ഒരു വഴി തുറക്കാത്തതുപോലെ, മക്കൾ പ്രാർത്ഥിക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് കണ്ണുനീർ കയത്തിൽ നിന്നും കയറി വന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ കർത്താവ് വന്നിട്ടുണ്ട്. നമ്മുടെ മധ്യത്തിൽ കർത്താവ് യേശുക്രിസ്തു നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൽ നമുക്ക് കർത്താവിനെ സ്വീകരിക്കാം. കർത്താവ് വന്നിട്ടുണ്ട്. നമുക്കറിയാം ജീവനുള്ള ദൈവമാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും, അല്ലേ? വാഗ്ദാനമാണിത്. നമ്മൾ ഇത്രയും പേര് യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ നമ്മുടെ മധ്യത്തിൽ കർത്താവ് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ജീവനുള്ള ഒരു കുട്ടി ഇവിടെ വന്ന്, ഒരു 5 വയസ്സുകാരൻ 3 വയസ്സുകാരൻ ഇവിടെ വന്ന്, ജീവനുള്ള ഒരു കൊച്ചു ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? അവൻ വെള്ളം ഉണ്ടാക്കും, അവൻ മുട്ടായി കടലാസ് ഇങ്ങനെ സ്വരം കേൾപ്പിക്കും, അവൻ കടലാസ് കീറും, അവൻ ഒത്തിരി കാര്യങ്ങൾ തലച്ചൊറിയും, അവൻ മുട്ടായി കഴിക്കും, അവൻ എല്ലാവരുടെ ഷർട്ടിലൊക്കെ പിടിച്ച് വലിക്കും, അമ്മമാരുടെ സാരി തുമ്പിലൊക്കെ പിടിക്കും. ഇങ്ങനെ ജീവനുള്ളവരുടെ പ്രത്യേകതയാണ് ചലിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുന്നത് കടലാസ് വലിച്ചു കീറാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുനീരൊപ്പിയിട്ടേ കർത്താവ് ഇന്നിവിടെ നിന്ന് പോകത്തുള്ളൂ. ഹല്ലേലൂയ. കരപടിച്ച് ചോദിക്ക്, മഹത്വം കൊടുത്തേ. താങ്ക് യു ജീസസ്. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന കർത്താവ്. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് തേജസ്സുള്ളതാണ് എന്ന് പറഞ്ഞേ. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് 10,000 മടങ്ങ് കാഴ്ചയുള്ളതാണ്, തേജസ്സുള്ളതാണ്. നമ്മുടെ കണ്ണിൻ്റെ വെട്ടം പോലെ, നമ്മുടെ ഭർത്താവിൻ്റെ കണ്ണിൻ്റെ വെട്ടം പോലെയാണോ കർത്താവിൻ്റെ കണ്ണിൻ്റെ വെട്ടം? കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക അതിൻ്റെ ആഴം എന്താണെന്ന്. എൻ്റെ ഭർത്താവ് കാണുന്നില്ലായിരിക്കാം, മക്കൾ അറിയുന്നില്ലായിരിക്കാം, കൂട്ടുകാരോ നാട്ടുകാരോ വീട്ടുകാരോ ആരും അറിയുന്നില്ലായിരിക്കാം, പക്ഷേ അറിയുന്ന ഒരു തമ്പുരാനുണ്ട്. കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ സങ്കടക്കടല് എല്ലാം അറിയുന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഈ ചേച്ചി വന്നിട്ട് ഈ ചേച്ചിയുടെ ദുഃഖ സാന്ദ്രമായ ജീവിതത്തിൻ്റെ അവസ്ഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സങ്കടപ്പെടുത്തുന്ന അവസ്ഥകൾ. ഞാൻ ചേച്ചി ഉപദേശിച്ചില്ല. ആ ചേച്ചിയുടെ ശിരസിൽ കരം വെച്ചിട്ട് ഞാനൊരു വചനം പറഞ്ഞ വചനം ഇതായിരുന്നു. സങ്കീർത്തനം 41:13. എന്താണിത്? സങ്കീർത്തനം 41:13. കേൾക്കത്തില്ല, മൈക്കില്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ സംസാരിക്കാത്തത്? സങ്കീർത്തനം 41:13 എന്താണ്? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്, നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ, പറഞ്ഞു, നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കരത്തിൽ പിടിച്ചിരിക്കും. 41 യെശയ്യാ 41 സങ്കീർത്തനം എന്നാണ് പറഞ്ഞത്, സോറി കേട്ടോ. യെശയ്യാ 41:13 എന്താണ് പറയുന്നത്? നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കരത്തിൽ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. വിശ്വാസത്തോടുകൂടെ ഒരു വ്യക്തി ഈ വചനം ഏറ്റെടുത്തപ്പോൾ തന്നെ സ്വർഗത്തിലെ വചനം പുറപ്പെട്ടു കഴിഞ്ഞു. കർത്താവിൻ്റെ വചനം അതിവേഗം പാഞ്ഞു വരികയാണ്. എന്താണ്? നിന്റെ ദൈവം, നേറ്റ് പറഞ്ഞേ, നിന്റെ ദൈവവും
ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കരത്തിൽ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ ഈ വചനം 1-2 പ്രാവശ്യം ചേച്ചിയുടെ ശിരസി വെച്ച് പറയുമല്ല, ഈ ചേച്ചി അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. സിസ്റ്ററെ ആരാണ്ട് ഞണ്ടിറുക്കുന്നത് പോലെ എൻ്റെ വലത് കയ്യിൽ ഒരു പിടുത്തം, എൻ്റെ വലത് കയ്യിൽ ഞണ്ടിറുക്കുന്നത് പോലെ ഒരു പിടുത്തം. സിസ്റ്ററെ സാക്ഷാൽ കർത്താവാണ്, സിസ്റ്ററെ സാക്ഷാൽ കർത്താവാണെന്ന് പറഞ്ഞാൽ ചേച്ചി പൊട്ടിക്കരയാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഭയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ എത്ര സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്ര മാറി എത്ര സെറ്റിംഗ് നടത്തിയാലും പ്രിയപ്പെട്ടവരെ ഒരു പരിധി വരെ അതിനൊക്കെ ഒരു സമാശ്വാസമൊക്കെ കിട്ടുമായിരിക്കാം. എന്നാൽ ഈ ലോകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ വചനം നമുക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. ഒരു കുടുംബ ജീവിതത്തിൽ ഒരു വ്യക്തി അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം എവിടെയുണ്ട്? ദൈവവചനത്തിലുണ്ട്. നിങ്ങൾ തുറക്കാറുണ്ടോ ദൈവവചനം? ഞാൻ നിങ്ങളോട് തുറക്കുമെന്ന് എനിക്കറിയാം, നിങ്ങളുടെ മുഖത്ത് നോക്കി അറിയാം നിങ്ങൾ ദൈവവചനം തുറക്കുന്നവരാണെന്ന്. ഇത്രയും തുറന്നാൽ മതിയോ? ഇത്രയും പാഞ്ഞ് ദൈവവചനം അയച്ചാൽ മതിയോ? ഇത്രയും ദൈവവചനം അയച്ച് പ്രാർത്ഥിച്ചാൽ മതിയോ? പോരാ. സോ ടുഡേ ഈസ് ദ ഡേ, ഇറ്റ് ഈസ് ദ ഡേ ടു സ്റ്റാർട്ട്, ഇറ്റ് ഈസ് ദ ഡേ ടു റൺ. സോ ലെറ്റ് us സ്റ്റാർട്ട് ടുഡേ. ഇന്ന് തന്നെ നമുക്ക് തുടങ്ങണം. ദൈവവചനം കൂടുതലായിട്ട് പഠിക്കണം. ദൈവവചനം പഠിക്കുന്തോറും നമ്മിൽ നിന്നും ഓരോ തിന്മയുടെ വേരുകൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ ഭയപ്പെട്ടിരുന്ന ഒരാളാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ ഒത്തിരി അപകർഷതാ ബോധം നിറഞ്ഞ ഒരാളാണ്. പ്രസംഗം എന്ന് വെച്ചാൽ എന്താണെന്ന് പോലും എനിക്ക് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ലായിരുന്നു. എന്നാൽ എൻ്റെ 33-ാമത്തെ വയസ്സിൽ ഈ പെട്ടകം തോളിലെടുക്കാൻ, ഈ പെട്ടകം ഉള്ളിലാക്കാൻ, ഈ പെട്ടകം സംവഹിക്കുവാൻ, ഇത് കരങ്ങളിലെടുക്കാൻ ഒരു മഹാഭാഗ്യം കിട്ടി. അന്ന് മുതൽ കർത്താവ് എന്നെ ചങ്കിലെടുത്തു. ഹല്ലേലൂയ. ദൈവവചനം ആദരപൂർവ്വം കരങ്ങളിൽ എടുക്കുന്നവരെ ദൈവം തൻ്റെ ചങ്കിലെടുക്കും. ഹല്ലേലൂയ. എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. ഒന്ന് പറഞ്ഞേ, എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. ഒന്നോട് പറഞ്ഞേ, എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. ഹല്ലേലൂയ. എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. ദൈവം ആദരിക്കും നമ്മളെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 35-ാം വചനം പറയുന്നു, ദൈവവചനം ആരുടെ പക്കലേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് അവൻ വിളിച്ചു. എന്ന് പറഞ്ഞേ, ദൈവവചനം ആരുടെ പക്കലേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് അവൻ വിളിച്ചു. ബൈബിളിലാകെ എത്ര വചനമുണ്ട് സഹോദരി സഹോദരന്മാരെ? ബൈബിളിലാകെ എത്ര വചനമുണ്ട്? ആ ബാൽക്കണിയിൽ ഇരിക്കുന്നവരൊന്ന് പറയാവോ? ബൈബിളിലാകെ എത്ര വചനമുണ്ട്? ബൈബിളിലാകെ 35,526 വചനമുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ വായിച്ചതല്ല, പ്രസംഗത്തിൽ കേട്ടതാണ്. 35,526 വചനം. ഞാൻ ഇവിടുന്ന് നോക്കുമ്പോൾ എനിക്ക് 70 വയസ്സുകാരെ കാണാൻ പറ്റുന്നു. 60, 50, 40, 35 കാര്യമൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ 60 വർഷം, ഈ 50 വർഷം ആയുസ്സോടും ആരോഗ്യത്തോടും ബുദ്ധിയിലെ ശക്തിയോടും ഞരമ്പിൽ വീര്യത്തോടൊക്കെ കൂടെ ഈ ലോകത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടി. 50 ആണ്ടുകൾ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ട് എത്ര ശതമാനം വചനം എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മാതാപിതാക്കന്മാർ ഉള്ളിലാക്കി? എത്ര ശതമാനം വചനമുണ്ട് നമ്മുടെ ഉള്ളിൽ? നമുക്ക് എന്ത് പറ്റി? നമ്മുടെ കുടുംബം അഭിഷേകം പ്രാപിക്കാൻ, നമ്മുടെ മക്കൾ അഭിഷേകം പ്രാപിക്കാൻ, മക്കൾ ദൈവഭയത്തിൽ നിലനിൽക്കാൻ മാതാവേ പിതാവേ നീ എന്തു ചെയ്തു? എത്ര വചനം ഉള്ളിലാക്കിയിട്ടുണ്ട്? 35,526 വചനങ്ങളിൽ 1% വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇടുന്ന് കടന്നു പോകുന്ന എല്ലാ ചെങ്കടലുകളും പിളർന്നു മാറിയനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. ബൈബിളിലാകെ എത്ര സങ്കീർത്തനങ്ങളാണുള്ളത്? എത്ര സാംസ് ഉണ്ട് ബൈബിളിലാകെ? കറക്റ്റ്. എത്ര സങ്കീർത്തനമുണ്ട്? 150 സങ്കീർത്തനം. ഈ 150 സങ്കീർത്തനം ബൈഹാർട്ട് ചെയ്യാൻ സാധിക്കുമോ? ഇസ് ഇറ്റ് പോസിബിൾ? യെസ് ഓർ നോ? ഇല്ലേ? യെസ് ഓർ നോ? വിത്ത് ഗോഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും. അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊന്ന് പഠിക്കേണ്ട. നിങ്ങളുടെ വയസ്സിൽ 10 വർഷം കൂടി ഒരു സങ്കീർത്തനം പഠിച്ചിരുന്നെങ്കിൽ പിതാവേ നിങ്ങൾ എങ്ങനെ ഇരിക്കുമായിരുന്നോ?
15 വർഷം കൂടി ഒരു സങ്കീർത്തനം പഠിച്ചിരുന്നെങ്കിൽ മാതാവേ, നിങ്ങളുടെ അവസ്ഥ ഇന്ന് ഇതായി മാറുമായിരുന്നോ? നിങ്ങളൊന്ന് വചനം പഠിച്ച് നോക്കിക്കേ, നമുക്ക് ചിറക് മുളയ്ക്കും. നമ്മുടെ കാലിൽ കർത്താവ് ചക്രം പിടിപ്പിച്ചതുപോലെ അത്രമാത്രം നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കടന്നു വരും. വചനം പഠിക്കണം, വചനം ബൈഹാട്ടാക്കണം, വചനത്തിൽ ലയിക്കണം, കർത്താവിൻ്റെ വചനം പറയണം, അധരം തുറന്ന് ദൈവവചനം പറയണം. ആ ശക്തി ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം അവിടെ പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6:63, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞേ. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനും. നമ്മുടെ മക്കൾക്ക് ജീവനില്ലല്ലോ എന്നൊക്കെ തോന്നിയാൽ അമ്മമാരെ, നിങ്ങൾ അവരോട് ദൈവത്തിൻ്റെ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുക്ക്. നമ്മുടെ ഈ ഒരു നെഗറ്റീവ് വാക്കുകളും നെഗറ്റീവ് ചിന്തകളൊക്കെ നമുക്ക് കർത്തൃ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കിനി ഭാവാത്മകമായ വാക്കുകൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന ഞാനൊരു മാരക രോഗിയാണ്. ഞാൻ എൻ്റെ കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ വന്ന് നിന്ന് പ്രസംഗിക്കുന്നത്. എൻ്റെ മനസ്സിൽ, എൻ്റെ ശരീരത്തിൽ, എൻ്റെ രോമകൂപത്തിൽ, എൻ്റെ നാഡീ ഞരമ്പുകളിൽ, രക്തധമനികളിൽ ലയിച്ചു കിടക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് എന്നെ ഏൽപ്പിച്ച ആ രോഗാണുവിനെ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ രോഗാണുവിനെ നിർവീര്യമാക്കാൻ കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, അത് ജയിച്ച ജീവിതമായിട്ട് നമുക്ക് മാറ്റണം, ജയിച്ച ജീവിതമായിട്ട് മാറ്റണം. ഈ ഒരു കുടുംബത്തിൽ നമുക്കറിയാം, ആഹാരം ഉണ്ടാക്കി കൊടുക്കലല്ല നമ്മുടെ ജോലി. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനും കേരള ഗവൺമെൻറ്റിനും സാധിക്കും. നമുക്കറിയാം, സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞിയുണ്ട്, പയറുണ്ട്, പരിപ്പുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, സൂപ്പുണ്ട്. ഇതെല്ലാം സ്കൂൾ, മുട്ടയും ഏത്തപ്പഴം എല്ലാ കാര്യവും ഇന്ന് സ്കൂളിൽ കിട്ടുന്നുണ്ട്. ആഹാരം ഉണ്ടാക്കി കൊടുക്കലല്ല ഒരു അപ്പൻ്റെയും അമ്മയുടെയും ഡ്യൂട്ടി. ദൈവമേൽപ്പിച്ച ഒരു മാതൃത്വ ശുശ്രൂഷ, ദൈവമേൽപ്പിച്ച ഒരു പിതൃത്വ ശുശ്രൂഷ ഓരോ പിതാവിനും ഓരോ മാതാവിനും നിർവഹിക്കുവാനുണ്ട്. നമുക്ക് നേരമില്ലല്ലോ. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മക്കളെ വചനം പഠിപ്പിക്കാനോ ദൈവിക കാര്യങ്ങളിലേക്ക് പറഞ്ഞു വിടാനോ ഒന്നും നേരമില്ല. മറ്റേതൊരു കാലഘട്ടത്തെക്കാളും വിഷലിപ്തമായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഈ മക്കളുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന വിഷത്തെ ഇറക്കിക്കളയാൻ ഒരു പ്രതിരോധ മരുന്ന് അവർക്ക് കൊടുത്തേ മതിയാവൂ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:10 വലതുകരം ഉയർത്തിക്കൊണ്ട് നേറ്റു പറഞ്ഞേ, ജ്ഞാനം 16:10, അങ്ങയുടെ മക്കളെ വകവരുത്തുവാൻ വിഷസർപ്പത്തിന്റെ പല്ലിന് കഴിഞ്ഞില്ല. അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. പറയാം, അങ്ങയുടെ മക്കളെ വകവരുത്തുവാൻ വിഷസർപ്പത്തിന്റെ പല്ലിന് കഴിഞ്ഞില്ല. അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. കഠിനമായ തലവേദനയുള്ള വ്യക്തികൾ ഇപ്പോൾ ഒന്നോട് പ്രാർത്ഥിച്ചേ, അങ്ങയുടെ മക്കളെ വകവരുത്തുവാൻ വിഷസർപ്പത്തിന്റെ പല്ലിന് കഴിഞ്ഞില്ല. അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ വചനം. വിഷലിപ്തമായി ഈ കാലഘട്ടത്തിൽ വിഷവായു ഏറ്റുവാങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വകവരുത്തുവാൻ ഈ ലോകത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷലായനയ്ക്കും സാധിക്കില്ല. മാതാപിതാക്കന്മാരായി നമ്മൾ അവരിൽ ഇഞ്ചക്ട് ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനത്തിന് അവരുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന വിഷലായനിയെ നിർവീര്യമാക്കാൻ എന്തിനു കഴിയുമെന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ വചനത്തിന്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 10:19 ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തരുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവവചനത്തിന്റെ ശക്തി അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം നിലത്ത് വെക്കില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വിചാരിക്കുമായിരിക്കും, സിസ്റ്റർ എങ്ങനെയാണ് സങ്കീർത്തനം പഠിച്ചത്, എങ്ങനെയാണ് വചനം പഠിച്ചത്? കേൾക്കാൻ ആഗ്രഹമില്ലേ? ബൈബിളിൽ ഏറ്റവും വലിയ സങ്കീർത്തനം ഏതാണ്? സങ്കീർത്തനങ്ങളുടെ സങ്കീർത്തനം എന്നറിയപ്പെടുന്ന സങ്കീർത്തനം. എത്ര സങ്കീർത്തനമാണ്? എത്ര കൊട്ടേഷൻസ് ഉണ്ട് 119 സങ്കീർത്തനത്തിന്? എത്ര കൊട്ടേഷൻസ് ഉണ്ട് 119 സങ്കീർത്തനത്തിന്? 176 കൊട്ടേഷൻസ്. അത് ബൈഹാർട്ട് ചെയ്യാൻ സാധിക്കുമോ? ഇസ് ഇറ്റ് പോസിബിൾ? നിങ്ങൾക്ക് കേൾക്കണമോ? നമുക്ക് കുറച്ച് സമയമാണ് തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തോ ഹല്ലേലൂയ അറിയാം, നിങ്ങൾക്കറിയാന്ന്. ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ യേശുവേ സ്തുതി. യേശുവേ ദൈവവചനത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് ആ 119 സങ്കീർത്തനം പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഇതൊരു വചന പൂന്തോപ്പാണ്. നമ്മൾ കയറണം ഈ വചന പൂന്തോപ്പിലേക്കൊക്കെ കുറച്ച് സമയം. അവിടെ ഇവിടെ മൊബൈലിൻ്റെ അകത്ത് വല്ല പൂന്തോപ്പിലേക്ക് കയറിയാൽ പോരാ, ഈ വചന പൂന്തോപ്പിലേക്കൊന്ന് കയറണമെന്ന്. ഹല്ലേലൂയ. നമുക്കറിയാം 2 സാമൂലിൻ്റെ പുസ്തകം 24-ാം അധ്യായം 24-ാം വചനം പഠിപ്പിക്കുകയാണ്. 2 സാമൂൽ 24 എന്താ പഠിപ്പിക്കുന്നത്? ഇല്ല, വിലയ്ക്കു മാത്രമേ ഞാനിത് വാങ്ങുകയുള്ളൂ, എനിക്കൊരു ചെലവുമില്ലാത്ത ബലി എൻ്റെ ദൈവത്തിന് ഞാൻ അർപ്പിക്കുകയില്ല. ആരോട് പറഞ്ഞു? ദാവീദ് തൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ട് എപ്പോഴും നേർക്കുനേർ സംസാരിച്ച് ആലോചന ചോദിച്ച് ദൈവാലോചനയോടെ എല്ലാ കാര്യങ്ങളും മാളത്തിൽ പാർത്തിരുന്നപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ദൈവത്തോട് ആലോചന ചോദിച്ച്, കർത്താവേ ഞാനിപ്പോൾ കുന്തമെടുത്ത് അവനെ കുത്തണോ? കർത്താവെ ഞാനിപ്പോൾ അവൻ്റെ അടുത്തിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഒരു അംശം പറിച്ചെടുക്കട്ടെ, ഇങ്ങനെ കണ്ടിച്ചെടുക്കട്ടെ എന്ന് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവാലോചന ചോദിച്ചിരുന്ന ദാവീദ് മാളത്തിൽ നിന്നും മാളികയിലേക്ക് പ്രവേശിച്ചപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് സമയമില്ല, മുട്ടടിച്ച് വീഴുന്ന രാത്രികളില്ല. ദൈവാലോചന ചോദിക്കേണ്ടതിന് പകരം മറ്റു പലരോടും ആലോചന ചോദിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ യുദ്ധങ്ങളിലും വിജയിച്ച് ധാരാളം സമ്പത്തുകൾ കൈവരിച്ച ദാവീദിനൊരു സംശയം, ഇനി ഒരു യുദ്ധമുണ്ടായാൽ തന്നിൽ നിന്ന് ആരെങ്കിലും ഇത് കൊണ്ടുപോകുമോ എന്ന്. അദ്ദേഹം ജനസംഖ്യ എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. എത്ര പേര് യോദ്ധാക്കളായിട്ട് വരാൻ ഈ നാട്ടിലുണ്ട്, ഈ ദേശത്തുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എല്ലാവരും പറഞ്ഞു, വേണ്ട, ഇത്രയും നാളും ഗോലിയാത്തിനെ വീഴ്ചത് ദാവീദിൻ്റെ കൈക്കരുത്ത് കൊണ്ടാണോ ഗോലിയാത്ത് വീണത്? അല്ല, മാളത്തിൽ പാർത്തിരുന്നപ്പോൾ, ആടുകളുടെ കൂടെ വസിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് ദൈവാലോചന ചോദിക്കാൻ സമയം. എന്നാൽ മാളത്തിൽ നിന്ന് മാളികയിലേക്ക് കയറിയപ്പോൾ അദ്ദേഹത്തിന് ദൈവാലോചനയ്ക്ക് സമയമില്ല. അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ഈ പ്രഭാതത്തിൽ തരുന്ന വലിയൊരു താക്കീതാണിത്. ദൈവത്തോട് ആലോചന ചോദിക്കുക. സങ്കീർത്തകനായ ദാവീദ് അതിനുശേഷം താൻ പാപത്തിൽ വീഴുന്നതായിട്ടും അദ്ദേഹം ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്നതായിട്ടും പ്രമാണം ലംഘിക്കുന്നതായിട്ടൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇദ്ദേഹം ഇപ്രകാരം ജനസംഖ്യ എടുത്ത് ദൈവത്തിൻ്റെ ക്രോധത്തിന് പാത്രീഭൂതനായി ദൈവം ശിക്ഷകൾ അയച്ചു. 3 ശിക്ഷകൾ. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ദാവീദ് തിരഞ്ഞെടുത്തത് എന്തായിരുന്നു? മഹാമാരി വരുത്തിക്കൊള്ളുക. ഒരൊറ്റ ദിവസം കൊണ്ട് 75,000 പേര് പെടഞ്ഞു മരിച്ചു വീഴുന്ന കാഴ്ച ദാവീദ് കണ്ട് ദാവീദ് നിലവിളിച്ച് ദൈവസന്നിധിയിൽ കുമ്പിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകൻ വഴി കർത്താവ് ദാവീദിനോട് പറയുകയാണ്, നീ ഒരു ദഹന ബലിപീഠമുണ്ടാക്കി നീ ഒരു ദഹന ബലി അർപ്പിക്കുക. അപ്പോൾ ബലിയർപ്പിക്കാനുള്ള ഇടം തേടി ദാവീദ് ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നു. അപ്പോഴാണ് അരവന എന്ന് പറയുന്ന ഒരാളുടെ മെതിക്കലം അദ്ദേഹം കാണുന്നു. ഒരു ഗോതമ്പ് ഒക്കെ മെതിക്കുന്ന ആ മെതിക്കലം അരവനായോട് പോയി ചോദിക്കുകയാണ്. അപ്പോൾ അരവന പറഞ്ഞു, രാജാവേ, അടിയൻ്റെ സമ്പത്ത് അങ്ങേക്കുള്ളതാണ്, ഈ മെതിക്കലം അങ്ങയുടേതാണ്, അങ്ങ് എന്തിനാണ് ഇത് വില കൊടുത്ത് വാങ്ങിക്കുന്നത്? ഇതെല്ലാം അങ്ങ് എടുത്തുകൊള്ളുക, ഞാൻ ഇത് തന്നിരിക്കുകയാണ്, അങ്ങ് എടുത്തുകൊള്ളുക, അങ്ങയുടേതല്ല, അങ്ങ് എന്തിനാ വീണ്ടും വന്ന് എന്നോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് അരവന പറഞ്ഞപ്പോൾ അരവനായ്ക്ക് കൊടുത്ത മറുപടിയാണ്, ഇല്ല, വിലയ്ക്ക് മാത്രമേ ഞാനിത് വാങ്ങുകയുള്ളൂ. ഇല്ല, വിലയ്ക്ക് മാത്രമേ ഞാനിത് വാങ്ങുകയുള്ളൂ. എനിക്കൊരു ചെലവുമില്ലാത്ത ബലി എൻ്റെ ദൈവത്തിന് ഞാൻ അർപ്പിക്കുകയില്ല. ഹല്ലേലൂയ. ഒരു മെതിക്കലം ഒരു ദഹന ബലിപീഠമാക്കി മാറ്റണമെങ്കിൽ ആർക്കും കയറിയിറങ്ങാവുന്ന ഒരു ഗോതമ്പ് മെതിക്കുന്ന ഒരു മെതിക്കലം, ആളുകളെ ചവിട്ടി മെതിക്കുന്ന ഒരു മെതിക്കളം, അവിടെ പാമ്പിനും പഴുതാരിക്കും കോഴിക്കും കൊക്കിനും ആ മെതിക്കളത്തിൽ പ്രവേശനമുണ്ട്. എന്നാൽ ആ മെതിക്കളം പ്രധാന പുരോഹിതൻ പാദം ചവിട്ടി നിന്ന് ദീപം കൊളുത്തി ദൈവത്തെ സ്വർഗത്തിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരുന്ന ഒരു ദഹന ബലിപീഠം മാറ്റണമെങ്കിൽ എന്തു കൊടുക്കണം? വില കൊടുക്കണം. സഹോദര സഹോദരി, ആർക്കും ഏത് മൊബൈലിനും ഏത് സോഷ്യൽ മീഡിയയ്ക്കും ഏത് സമയത്തും കയറി ഇറങ്ങാവുന്ന, ഏത് കുറ്റം പറച്ചിലിനും ഏത് തരത്തിലുള്ള പിറുപിറുക്കലുകൾക്കും ഏത് നെഗറ്റീവ് വാക്കുകൾക്കും ഏത് സമയത്തും കയറി ഇറങ്ങാവുന്ന ഒരു ഗോതമ്പ് മെതിക്കളം പോലെ നമ്മുടെ ഹൃദയം ഇന്നിരിക്കുന്നെങ്കിൽ അതിനെ നിരന്തരം ബലി നടക്കുന്ന പ്രധാന പുരോഹിതൻ 13 നിന്ന് ബലി അർപ്പിക്കേണ്ട ഒരു ദഹന ബലിപീഠമാക്കി മാറ്റണമെങ്കിൽ നാം വില കൊടുത്തേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേച്ചിമാർ വന്നിട്ട് പറയും, സിസ്റ്ററെ വചനം പഠിക്കാനായിട്ട് എന്തൊരു ആഗ്രഹമാണ്, ഭയങ്കര ആഗ്രഹം. പക്ഷെ ഞാനിങ്ങനെ വിചാരിക്കും സിസ്റ്റർ, മൊബൈൽ ഫോണിലെ എല്ലാ പച്ച മെസ്സേജുകളും അതെല്ലാം ഒന്ന് മറുപടി കൊടുത്തിട്ട് എല്ലാം ഒന്ന് കണ്ട് എല്ലാത്തിനും മെസ്സേജ് എല്ലാം കേട്ട് എല്ലാ വീഡിയോസൊക്കെ കണ്ട് അവസാനം എല്ലാത്തിനും മറുപടി കൊടുത്ത് എല്ലാം നല്ല ക്രമീകൃതമാക്കി വെച്ചിട്ട് പിന്നെ വചനം വായിക്കാം, വചനം പഠിക്കാം. സമ്മതിക്കുമോ? സമയം കിട്ടുമോ നമുക്ക് ആർക്കെങ്കിലും? ആർക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം, നമ്മുടെ ഹൃദയമാകുന്ന ബലിപീഠത്തിൽ അഗ്നി ഉജ്ജ്വലിക്കണം. ഒരു മെതിക്കളം പോലെ ആർക്കും ഏത് സമയത്തും കയറി ഇറങ്ങാവുന്ന ഏത് മൊബൈൽ ഫോണിനും ഏത് മെസ്സേജിനും ഏത് വ്യക്തികൾക്കും ഏത് കുറ്റം പറച്ചിലിനും ഏത് അസ്വസ്ഥതകൾക്കും ഏത് പാഴ്വാക്കുകൾക്കും കയറി ഇറങ്ങാവുന്ന ഒരു മെതിക്കളമല്ല നമ്മുടെ കൊച്ചു ഹൃദയം. ദൈവവും നമ്മൾ നേർക്കുനേർ കണ്ടുമുട്ടുന്ന, നിരന്തരം ദൈവത്തിൻ്റെ ബലി അർപ്പിക്കപ്പെടുന്ന, നിരന്തരം അവിടെ തീ എരിയുന്ന ഒരു ബലിപീഠമാക്കി മാറ്റാൻ ഇല്ല. വിലയ്ക്ക് മാത്രമേ ഞാനിത് വാങ്ങുകയുള്ളൂ. എനിക്കൊരു ചെലവുമില്ലാത്ത ബലി എൻ്റെ ദൈവത്തിന് ഞാൻ അർപ്പിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്താ വില കൊടുക്കേണ്ടത്? ചില ചേച്ചിമാരിങ്ങനെ വന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവേ, ഇവർക്ക് ഒരു കടലോളം ആഗ്രഹമുണ്ട്, ദൈവവചനം പഠിക്കാൻ കടലോളം ആഗ്രഹമുണ്ട്. പക്ഷേ പരിശ്രമം ഒരു കടുകോളം ഉള്ളൂ. വായിക്കും സിസ്റ്റർ. ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ, ഞാൻ അടുക്കളയിൽ ശർക്കര പൊതിഞ്ഞുകൊണ്ട് വരുന്ന പേപ്പറും ചാള പൊതിഞ്ഞുകൊണ്ട് വരുന്ന പേപ്പറും ഞാനെടുത്ത് വായിക്കും. അത് മാറ്റിക്കളഞ്ഞിട്ട് ശർക്കരയും ചാളയുടെ ഉളുമ്പൊക്കെ അങ്ങ് മാറ്റിക്കളഞ്ഞിട്ട് ഞാനെടുത്തിട്ട് വായിക്കും. പക്ഷേ എനിക്ക് വചനം വായിക്കാൻ പറ്റുന്നില്ല. വചനം വായിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഇങ്ങനെ വരികയാണ്, ഉറക്കം വരുന്നു. അപ്പോഴത്തേക്ക് ഒരു ഫോൺ അടിച്ചു, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. പ്രിയപ്പെട്ടവരെ, സാത്താൻ വച്ചിരിക്കുന്ന വലിയൊരു കെണിയാണ് ദൈവവചനത്തിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ പിന്തിരിപ്പിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. എനിക്ക് നല്ല ഉറപ്പാണ്, ഇന്നിവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ നിങ്ങളുടെ തലയിൽ കൈവച്ച്, ശിരസിൽ കൈവച്ച് ആശീർവദിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു രോഗ ശുശ്രൂഷ നടത്തിയില്ലെങ്കിൽ പോലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഈശോ സുഖപ്പെടുത്തും. നിങ്ങൾ എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? ദൈവ വചനമാണ്. അവിടുന്ന് വചനമയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ആദരിക്കണം. ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കൃഷ്ടം നേടും. ദൈവവചനം ആദരിക്കണം. കർത്താവിൻ്റെ വചനം അഗ്നി ജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. എന്നോട് പറഞ്ഞേ, കർത്താവിൻ്റെ സ്വരം, കർത്താവിന്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. കർത്താവിന്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. മക്കളെ, ഒരു 10 വചനമെങ്കിലും പഠിപ്പിച്ചിട്ടുള്ള മാതാപിതാക്കന്മാരൊന്ന് കൈപൊക്കാവോ? നിങ്ങൾ അടുത്തിരുത്തി 10 വചനമെങ്കിലും പഠിക്കുമോളെ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള മാതാപിതാക്കന്മാരൊന്ന് കൈപൊക്കിക്കേ. 1, 2, 3, 4. ഇത്രയും ആത്മീയ സമൃദ്ധിയുള്ള ഈ കോട്ടയം ജില്ലയിലെ ഈ കാരിത്താസ്, ഈ ഒരു ഇത്രയും മാത്രം വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലത്ത് എത്ര നാളുകളായി നമ്മൾ വചനം കേട്ട് തുടങ്ങിയിട്ടല്ലേ? ഇതെന്തിനു വേണ്ടിയിട്ടാണ്? CCC സഭയുടെ കാറ്റഗിസം 3 പഠിപ്പിക്കുകയാണ്. ഓരോ ക്രൈസ്തവനും സ്വഭാവത്താൽ തന്നെ ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക് ദൈവവചനത്തിൻ്റെ നിക്ഷേപങ്ങൾ കോരിപ്പകരാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ക്ഷണം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഓരോരുത്തരും ഓരോ ക്രൈസ്തവനും, ഓരോ ക്രൈസ്തവനും സ്വഭാവത്താൽ തന്നെ ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക് ദൈവവചനത്തിൻ്റെ നിക്ഷേപങ്ങൾ കോരിപ്പകരാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കുട്ടികൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പഠന പ്രതിസന്ധികൾക്കുള്ള ഉത്തരം എവിടെയുണ്ട്? ദൈവവചനത്തിലൂടെ. നിങ്ങൾ എന്ത് ഇതുവരെയായിട്ടും അത് പറഞ്ഞു കൊടുക്കാത്ത മക്കൾക്ക് ദൈവം ചോദിക്കുവോ? നമ്മളാരും ഉടമസ്ഥന്മാരല്ല, നമ്മൾ വെറും കാര്യസ്ഥന്മാരാണ്. ഏതാനും നാളുകൾ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തുവാൻ ദൈവം ഏൽപ്പിച്ച മുത്തുകളാണ് നമ്മുടെ മക്കൾ, അല്ലേ? വിശുദ്ധ ചാവറപ്പിതാവ് പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബം ആകാശമോക്ഷത്തിന് സദൃശമായി മാറണം. ആകാശമോക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആകാശമോക്ഷത്തിൽ മാലാഖമാര് ഒരുപാട് സ്നേഹത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹോളി 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 ദ ലോർഡ്. പരിശുദ്ധൻ 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 എന്ന നാമകീർത്തനത്തോടെ മാലാഖ വൃന്ദങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ഒരിടം. എവിടം? നമ്മുടെ വീട്. നമ്മുടെ വീട്. മക്കൾ സ്തുതിക്കാൻ വരാറുണ്ടോ? അവർക്കറിയാവോ? ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, സിസ്റ്റർ, എൻ്റെ മകനെ BTech വരെ പഠിപ്പിച്ചു, അവൻ ഇതുവരെയായിട്ട് 10 വരെ എണ്ണാൻ അറിയത്തില്ല. 3 നന്മ പറഞ്ഞവരെയും ചൊല്ലിയിട്ട്, അമ്മേ 10 ആയോ? 4ാമത്തെ അമ്മേ 10 ആയോ? എന്തിനാ സിസ്റ്റർ ഇതിനെ വളർത്തണേ?
പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നമുക്ക് വലിയ ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക് ദൈവവചനത്തിൻ്റെ നിക്ഷേപം. ആ കൊച്ചു ബിടെക് വരെ നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ സാരിയെ പിടിച്ച്, നമ്മുടെ ഷർട്ടിൽ പിടിച്ചൊക്കെയാണ് ആ കുഞ്ഞ് വളർന്ന് വന്നത്. ആ കുഞ്ഞിനെ അടുത്ത് ചേർത്തിരുത്തി ദൈവഭയം നൽകുന്ന ദൈവത്തിൻ്റെ വാക്കുകൾ പഠിപ്പിക്കാൻ മാതാവ് എന്തുകൊണ്ട് നീ സമയം കണ്ടെത്തിയില്ല? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയി. നമുക്ക് ഇന്നു മുതൽ ആരംഭിക്കാം. ദേശത്തിനും കാലത്തിനും അതീതമായ ദൈവത്തിൻ്റെ വചനം ഇന്നു മുതൽ നമ്മുടെ മക്കൾ ഏത് രാജ്യത്താണേലും അങ്ങോട്ടേക്ക് അയച്ച് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിൻ്റെ ശക്തി എത്ര അധികമാണ്. ഹല്ലേലൂയ. കൊല്ലം ഭാഗത്ത് നിന്നും എനിക്കൊരു ഫോൺ വന്നു. ഒരു ഹെഡ് മിസ്റ്റേഴ്സ് ആണ് എന്നെ വിളിക്കുന്നത്. സിസ്റ്റർ, എൻ്റെ ഭർത്താവ് ഒരു ബാങ്ക് മാനേജറാണ്. ഞങ്ങൾക്ക് 2 പെൺകുട്ടികളാണുള്ളത്. എന്നാൽ എൻ്റെ ഇളയ പെൺകുട്ടി മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളുമായിട്ട് ഇങ്ങനെ പോയി. കഴിഞ്ഞ ആഴ്ചയിൽ അവളെ ഒരു റെയിൽവേ ട്രാക്കിൽ നിന്നും ആളുകൾ പിടിച്ച് എൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പോയി. ഞങ്ങൾ വാതിൽ തുറന്നപ്പോൾ എൻ്റെ മകള് മുറ്റത്ത് നിൽക്കുക. മകളായിപ്പോയില്ലേ, സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ അവളെ സ്വീകരിച്ചു. അവൾ ഒന്നിനോട് സഹകരിക്കുന്നില്ല. സിസ്റ്റർ, പ്ലീസ് ഗീവ് മീ മോർ ദാൻ 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ് തന്നെ ഇവളോടൊന്ന് സംസാരിക്കുമോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും സംസാരിക്കാം. അങ്ങനെ ആ പെൺകുട്ടിയുടെ ഫോൺ എടുത്ത് മോളെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്കിപ്പോൾ കുറച്ച് സമയമൊക്കെ ഉണ്ടല്ലോ, എന്തായാലും നമുക്ക് ഇങ്ങനെ നമ്മൾ പാപം ചെയ്തു പോയി, നമുക്ക് അതൊക്കെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് കർത്താവിന് ഏത് കടും ചമപ്പായ പാപത്തെ മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തീർക്കാൻ സാധിക്കുന്ന യേശുവിൻ്റെ തിരുരക്തം ഇന്നും സംലഭ്യമാണ്. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാം വചനം, നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്തഃകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്ര അധികമായി തിരികെ കൊണ്ടുവരികയില്ല. എന്നോട് പറഞ്ഞ്, നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്തഃകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്ര അധികമായി തിരികെ കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. വീണ്ടും ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 18-19, ആകയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരരെ, ഇപ്പോൾ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്ക് സജീവവും നവീനവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഈശോയുടെ തിരുരക്തം തളിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കണം. മോളൊരു കാര്യം ചെയ്യുക, വിശ്വാസപൂർവ്വം യേശു ക്രിസ്തുവിൻ്റെ അമൂല്യമായ തിരുരക്തം നിൻ്റെ ശിരസ് മുതൽ പാദങ്ങൾ വരെ പാപിയാനിലേക്ക് ഒഴുക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കണം. മാത്രമല്ല, എൻ്റെ കുഞ്ഞിന് വേറെ ഒന്നും ചെയ്യാൻ ഇപ്പോൾ സാധ്യതകളില്ലല്ലോ. നിനക്കൊരു നല്ല കാര്യം ചിന്തിക്കാൻ പോലും മോക്ക് സാധിക്കില്ലല്ലോ. എൻ്റെ കുഞ്ഞൊരു കാര്യം ചെയ്യുക, ഞാൻ നിനക്കൊരു വചനം തരാം. ആ വചനം ഏറ്റെടുത്തിട്ട് മോള് ഒരു ദഹനബലി അർപ്പിക്കുന്നത് പോലെ സോളമൻ 2 ദിനവൃത്താന്ത പുസ്തകം 1:7, ഓടുകൊണ്ട് നിർമ്മിച്ച ദേവാലയത്തിൽ 2 ദിനവൃത്താന്തം 1:7, സോളമൻ ഓടുകൊണ്ട് നിർമ്മിച്ച ദേവാലയത്തിൽ 1000 ദഹനബലി അർപ്പിച്ചപ്പോൾ ആ രാത്രിയിൽ ദൈവമായ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, മകനെ, നിനക്കെന്തു വരമാണ് വേണ്ടത്? എന്താണ് സോളമൻ ചെയ്തത്? ഓടുകൊണ്ട് നിർമ്മിച്ച ദേവാലയത്തിൽ അവൻ 1000 ദഹനബലി അർപ്പിച്ചപ്പോൾ ആ രാത്രിയിൽ ദൈവമായ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് ചോദിച്ചു, മകനെ, നിനക്കെന്ത് വരമാണ് വേണ്ടത്? അതുകൊണ്ട് മോളെ, നീ ഒരു കാര്യം ചെയ്യുക. ഇന്ന് നമുക്ക് കാളക്കിടാങ്ങളുടെയും കോലാടുകളുടെയും ബലിയല്ല, അതൊക്കെ കഴിഞ്ഞു. കർത്താവ് 50-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. എന്താണ്? കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. വീണ്ടും ഹെബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അധരങ്ങളുടെ ഫലങ്ങൾ ബലിയായി ദൈവത്തിന് സമർപ്പിക്കാന്ന്. അധരഫലങ്ങൾ ബലി. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു, മോളെ, ഒരു ബലി സമർപ്പിക്കുന്നത് പോലെ, ഒരു ബലി അർപ്പിക്കുന്നത് പോലെ നമുക്ക് കാളക്കിടാങ്ങളുടെയും കോലാളുകളുടെയും ഒന്നും അറത്തല്ല ഇന്ന് ബലി അർപ്പിക്കേണ്ടത്. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന സമയം ഒരു ബലിയായി നമുക്ക് അർപ്പിക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവും പ്രകൃതിയുടെയും പ്രസാദവരത്തിൻ്റെയും ദാനങ്ങളൊക്കെ ഒരു ബലിയായിട്ട് നമുക്ക് അർപ്പിക്കാം. നീ ഒരു കാര്യം ചെയ്യുക, ഒരു പുതിയ ബുക്ക് വാങ്ങിക്കുക, ഒരു ഡയറി വാങ്ങിക്കുക. അതിൻ്റെ അകത്ത് ഒരു വചനം, അതായത് ഹബക്കുക്ക് 1:5. എന്താണത് പറയുന്നത്? ഹബക്കുക്ക് 1:5. ഹബക്കുക്ക് 1:5 എന്താ എന്ന് പറഞ്ഞേ? അപ്പച്ചമാരെന്ന് പറഞ്ഞ് എന്താണ് ഹബക്കുക്ക് 1:5? ഏറ്റു പറയാം. ജനതകളുടെ ഇടയിലേക്ക് നോക്കി. എല്ലാവരും ഉറക്കെ പറഞ്ഞ്, എല്ലാവരും വാ തുറന്ന് ഉറക്ക വചനം പറഞ്ഞേ.
ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി നീ അപ്പനായിരിക്കുന്ന, നീ അമ്മയായിരിക്കുന്ന ഈ കുടുംബത്തിൽ ഞാൻ ചെയ്യാൻ പോകും. നീ വചനം വിശ്വസിക്കണം, ഏറ്റെടുക്കണം, ആവർത്തിച്ച് നമ്മൾ പ്രഖ്യാപിക്കണം. ആ വചനോട് മാംസം ധരിക്കും, ആ വചനം ഒരു സാക്ഷ്യവചനമായിട്ട് മാറും. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഞാൻ പറഞ്ഞു, മോളെ 5 അക്ക ശമ്പളം വാങ്ങിക്കുന്ന എംടെക് വരെ പഠിച്ച വലിയൊരു കമ്പനിയിൽ ഉദ്യോഗസ്ഥയായ ഈ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു, മോളെ നീ വചനം സാധിക്കുമെങ്കിൽ ഒരു ദിവസം ഒരു 25 പ്രാവശ്യമൊക്കെ മോൾക്ക് സമയം കിട്ടുന്നത് പോലെ നീ ഒരു ബലി അർപ്പിക്കുന്നതിന് തുല്യമായിട്ട് മോന് ഇങ്ങനെ എഴുതണം. എഴുതി ഒരു 100 പ്രാവശ്യമൊക്കെ ആകുമ്പോൾ സിസ്റ്ററിനെ ഒന്ന് വിളിക്കണം എന്നൊക്കെ ഞാനിങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക ഈ കുഞ്ഞിനെ. ഉടനെ ആ പെൺകുട്ടി എന്നോട് ചോദിക്കാൻ, അടുത്ത വാക്കിൽ എംടെക് വരെ പഠിച്ച, 12ാം ക്ലാസ് വരെ കാറ്റഗിസം പഠിച്ച, എന്നും കുരിശുവരയിൽ കുടുംബത്തിലായിരിക്കുമ്പോൾ 23 വയസ്സ് വരെ സംബന്ധിച്ച ആ പെൺകുട്ടി എന്നോട് ചോദിക്കുകയാണ്, സിസ്റ്റർ വാട്ട് യു മീൻ ബൈ കുക്ക്? ഗൂഗിളിൽ ഏത് ആപ്പിൽ സെർച്ച് ചെയ്താൽ എനിക്ക് കുക്കിനെ കണ്ടെത്താൻ പറ്റും? ഞാൻ ഹബക്കുക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് ആ പെൺകുട്ടിക്ക് അറിഞ്ഞൂടെ. എംടെക് വരെ പഠിച്ചിട്ടും എന്താണ് ഹബക്കുക്ക് എന്ന് പറയുന്നത് ബൈബിളിലെ ഒരു പുസ്തകമാണെന്ന് ആ എംടെക്കാരിക്ക് മനസ്സിലായില്ല പോലും. പ്രിയപ്പെട്ടവരെ, 2 സാമുവേലിന്റെ പുസ്തകം 24-ാം അധ്യായം ദൈവചിന്തയില്ലാത്തവൻ എറിഞ്ഞു കളയേണ്ട മുള്ളു പോലെയാണ്. ദൈവചിന്തയില്ലാത്തവൻ എറിഞ്ഞു കളയേണ്ട മുള്ളു പോലെയാണ്. ദൈവചിന്തയില്ലാത്തവൻ എറിഞ്ഞു കളയേണ്ട മുള്ളു പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവചിന്തയില്ലാത്തവന്റെ ഭവനത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് ദൈവചിന്ത ഇല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിട്ട് മാറും? നിങ്ങൾ കടൽ പോലുള്ള ദുഃഖം വന്നാലും നിങ്ങൾ താണ്ടും. പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവഭയത്തിലല്ല, ദൈവചിന്തയിലല്ല എന്നറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആകയാൽ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ദൈവമേൽപ്പിച്ച മാതൃത്വ ശുശ്രൂഷ, ദൈവമേൽപ്പിച്ച പിതൃത്വ ശുശ്രൂഷ വിശ്വസ്തയോടെ നിർവഹിക്കാൻ അവരെ ദൈവവചനം പഠിക്കണം, ദൈവഭയത്തിൽ വളർത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എത്ര നല്ലവരാണല്ലേ. യുവാക്കന്മാർക്കൊക്കെ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ചോദിച്ചു, മോളെ, ഞാൻ കഴിഞ്ഞ ദിവസം യൂത്തിനൊരു ക്ലാസ് എടുത്തു. ഞാൻ ചോദിച്ചു, മക്കളെ, നിങ്ങൾക്ക് ഏതെങ്കിലും രഹസ്യം, ദുഃഖത്തിൻ്റെ, മഹിമയുടെ, പ്രകാശത്തിൻ്റെ, സന്തോഷം, അങ്ങനെ കൊന്തയുടെ ഏതെങ്കിലും രഹസ്യം കാണാതെ ചെല്ലാൻ, 5 രഹസ്യങ്ങളൊക്കെ കാണാതെ ചെല്ലാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാൻ പറഞ്ഞു. ഒരു കുട്ടി പോലും കൈപൊക്കിയില്ല. നല്ല ദൈവഭയം നിറഞ്ഞ ഒരു കുടുംബത്തിലെ ഒരു കുട്ടി എനിക്കറിയാമായിരുന്നു. അവൾ നെടിയശാല ഇടവക്കാരിയാണ്. ഞാൻ ചോദിച്ചു, മോളെ, മോൾക്കറിയത്തില്ല എന്താ എന്ന് പറഞ്ഞേ. എന്ത് കൊച്ച്? അപ്പോൾ ആരാ വീട്ടിൽ കൊന്ത ചെല്ലുന്ന? കൊന്തയ്ക്ക് ആരാ ലീഡ് ചെയ്യുന്നേ? അമ്മയ്ക്കിട്ട് കൊടുക്കണോ, മക്കൾക്കിട്ട് കൊടുക്കണോ? ഈ മക്കൾ പ്രായമാകുമ്പോൾ മുതൽ, വായിക്കാൻ അറിയുമ്പോൾ മുതൽ നിങ്ങൾ അവരെ നിങ്ങൾ തന്നെ ചൊല്ലി പഠിച്ചാൽ മതിയോ? നിങ്ങളാണോ UK-ക്കും ജർമ്മനിക്കൊക്കെ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാലം എത്രയൊക്കെയായി. നമ്മുടെ മക്കളിലേക്ക് നമ്മൾ തിരിയണം. അടുത്ത തലമുറയെ ദൈവഭയത്തിൽ വളർത്തിയെടുക്കുക. ദൈവമേൽപ്പിച്ച ഈ കാലഘട്ടത്തിൽ ദൈവമേൽപ്പിച്ച നിധികളാണ് നമ്മുടെ മക്കൾ. ആകാശമോക്ഷത്തിന് സദൃശമാകണം ഒരു കുടുംബം എന്നൊക്കെ വിശുദ്ധ ചാവറപ്പിതാവ് പറഞ്ഞു വെക്കുമ്പോൾ എത്ര അധികമായി ദൈവഭയം ഒരു കുടുംബത്തിൽ കത്തി നിൽക്കണമെന്നാണ് വിശുദ്ധൻ നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യൂദാശ്ലീഹ. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യൂദാശ്ലീഹ. ഈ ഇരിക്കുന്ന ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ആരെങ്കിലും യൂദാശ്ലീഹയുടെ പ്രാർത്ഥന ചെല്ലാത്തവരായി ഇല്ലയെന്ന് എനിക്കറിയാം. ഞാനും ചൊല്ലിയിട്ടുണ്ട് യൂദാശ്ലീഹയുടെ പ്രാർത്ഥന. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യൂദാശ്ലീഹ. എങ്ങനെയാ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായി വിശുദ്ധ യൂദാശ്ലീഹയെ വണങ്ങാനുള്ള കാരണം എന്താണ്? അത്രമാത്രം യേശുവിനോട് ഐക്യപ്പെട്ടിരുന്നല്ലേ, അത്രമാത്രം വിശ്വാസത്തിൽ ഈശോയോട് ഐക്യപ്പെട്ടിരുന്നു, അത്രമാത്രം വിശ്വാസത്തിലും പ്രതിസന്ധിയിലും യേശുക്രിസ്തുവിനോട് ചേർന്നിരുന്ന ആളാണ്. ഈശോയുടെ ഈശോയുടെ സ്നേഹിതനായ, ഈശോയുടെ ബന്ധുവെന്ന് അറിയപ്പെടുന്ന വിശുദ്ധ യൂദാശ്ലീഹ. ഹല്ലേലൂയ.
ഇന്നത്തെ ശുശ്രൂഷയിലെ യൂദാശ്ലീഹായോട് ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ വണ്ടിയിൽ ഇരുന്നപ്പോൾ ഇന്നലെ മുതൽ വിശുദ്ധ യൂദാശ്ലീഹായുടെ പ്രത്യേക മാധ്യസ്ഥം അപേക്ഷിച്ച് യാചിക്കുകയായിരുന്നു. നമുക്ക് വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥം യാചിക്കാം. നമ്മിലേക്ക് വലിയൊരു ദൈവഭയം, വലിയൊരു വചന അഭിഷേകത്തിൻ്റെ ഒരു തുറവിക്ക് വേണ്ടി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ദാനിയേലു പ്രാർത്ഥിച്ചു, സിംഹങ്ങൾ വായടച്ചു. ദാവീദു പ്രാർത്ഥിച്ചു, ശക്തിയാൽ നിറഞ്ഞു നിന്നു. യോഹന്നാൻ പ്രാർത്ഥിച്ചു, സ്വർഗം തുറന്നു നിന്നു. പൗലോസു പ്രാർത്ഥിച്ചു, ബന്ധനങ്ങൾ അഴിഞ്ഞു വീണു. ഉറങ്ങാതെ തളരാതെ പ്രാർത്ഥിപ്പാൻ ഉണർവിൻ്റെ നാഥനെ വരമരുളൂ. പഠിക്കേ. ഉറങ്ങാതെ തളരാതെ പ്രാർത്ഥിപ്പാൻ ഉണർവിൻ്റെ നാഥനെ വരമരുളൂ. സങ്കീർത്തനത്തിൽ ദാവീദ് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും, ദൈവത്തെ സ്തുതിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? എപ്പോഴൊക്കെയാണ്? കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും. പിന്നെന്താ പറഞ്ഞത്? ഞാൻ പാതിരാത്രിയിൽ എഴുന്നേറ്റ് എൻ്റെ കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഇതൊക്കെ മാളത്തിലും മറ്റ് പലയിടങ്ങളിലും ഇങ്ങനെ ഗുഹകളിലൊക്കെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാവീദ് ചൊല്ലിയ സങ്കീർത്തനമാണ്. അതിനുശേഷം മാളിക മുറിയിലേക്ക് വന്നപ്പോൾ പാതിരായ്ക്ക് എന്ത് സംഭവിച്ചു? വൈകിട്ട് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പഴയകാല ജീവിതത്തിൽ നമ്മൾ കുടിലൊക്കെ പാർത്തിരുന്ന ഒരു കാലം, നമ്മൾ സങ്കടത്തിലും ദാരിദ്ര്യത്തിലൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലം. അന്ന് നമ്മുടെ കയ്യിൽ എന്നും ജപമണികൾ ഉണ്ടായിരുന്നു. നമ്മൾ എത്ര അധികമായിട്ട്, ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടുള്ളത് മുഴുവൻ കണ്ണുനീരൊഴുക്കുന്ന ഒരു അമ്മയായിട്ടാണ്. എപ്പോൾ നോക്കിയാലും ഒരു തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് തോർത്തി ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അമ്മ മരിച്ചിട്ട് 25 വർഷത്തോളം ആകാറായി. എങ്കിലും ഞാനിന്നിവിടെ നിൽക്കുമ്പോൾ ഓർക്കുകയാണ്, ദൈവഭയം നിറഞ്ഞ ഒരു 6ാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ ഒരു അമ്മ എനിക്ക് പകർന്നു തന്ന ദൈവത്തിൻ്റെ കരുണ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. എൻ്റെ അമ്മ ഞാൻ മടത്തി ചേരുന്നതിൻ്റെ തലേ ദിവസം എന്നോട് പറഞ്ഞു, മോളെ നാളെ നിനക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടിയാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇവിടെ നിന്നും ഇറക്കി വിടുന്നത്, നാളെ കൊണ്ടുവന്ന് വിടുന്നത്. നമുക്കെല്ലാവർക്കും ഈശോയുടെ തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിലേക്ക് ഇന്ന് കുരിശുവരെ കഴിയുമ്പോൾ നമുക്ക് ചേർന്നിരിക്കണം. അങ്ങനെ ഞങ്ങളെല്ലാവരും കുരിശുവരെ കഴിഞ്ഞപ്പോൾ ഈശോയുടെ തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിലേക്ക് ചേർന്ന് വന്നു. എൻ്റെ അമ്മ അന്ന് പണികളൊക്കെ ചെയ്ത് ഓടി നടക്കുമ്പോൾ എൻ്റെ അമ്മ പാടുന്ന പാട്ടാണ്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, പിന്നെ അതിരുകളില്ലാത്ത സ്നേഹം, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിരണേ, ഇങ്ങനത്തെ പാട്ടൊക്കെ എൻ്റെ അമ്മ പാടാറുണ്ട്. ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും ദൈവസ്നേഹത്തിൻ്റെ പാട്ടായിരിക്കും പാടുന്നത്. നാളെ ഞാൻ എന്നേക്കുമായിട്ട് കർമ്മലയിലേക്ക് പോകുമല്ലേ. അപ്പോൾ എൻ്റെ അമ്മ സന്തോഷപൂരിതയായിട്ട് അമ്മ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ എന്നുള്ള പാട്ട് 42-കാരിയായ അമ്മ പാടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ എൻ്റെ അമ്മ അന്ന് പാടിയ പാട്ട് അതൊന്നും ആയിരുന്നില്ല. എൻ്റെ അമ്മ ഇങ്ങനെ ആലപിച്ചു, കാള തൻ്റെ ഉടയവനേ ആകാശമേ കേൾക്കാ, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 6ാം ക്ലാസ്സുകാരിയായ എൻ്റെ അമ്മ അങ്ങനെ തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിലേക്ക് ചേർന്ന് നിന്ന് ഞങ്ങൾ 5 മക്കളും അപ്പനും അമ്മയും ഞങ്ങൾ 7 പേരും കൂടി ഈ പാട്ട് പാടി, കാള തൻ്റെ ഉടയവനെ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ അമ്മ ഞാൻ മടത്തി ചേരുന്നതിൻ്റെ തലേ ദിവസം കാളയുടെയും കഴുതിയുടെയും പാട്ടുപാടി എന്നെ ഇറക്കി വിടുന്നു. ഇതെന്നാ ന്യായവാ? ഞാൻ അത്താഴം കഴിക്കാൻ നേരത്ത് കൊതി കുത്തി ഇരിക്കുകയാണ്. നിനക്ക് എന്നെ പറ്റിയിട്ടെന്ന് ചോദിച്ചു എൻ്റെ അമ്മ. ഞാൻ പറഞ്ഞു, ഇത് എന്നെ പാട്ടാ പാടിയത്, എന്തോരം നല്ല പാട്ടുണ്ട്, എന്നിട്ട് എന്തിനാ ഈ കാളയുടെയും കഴുതയുടെയും പാട്ടുപാടി എന്നെ ഇങ്ങനെ, എനിക്ക് അപ്പടി വിഷമം വരുവാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞേ നിനക്കറിയത്തില്ല അല്ലേ ഞാൻ പാടിയ പാട്ടിൻ്റെ അർത്ഥം എന്താണെന്ന്. എൻ്റെ മാനെ, ആ പാട്ടിനൊരു വലിയ അർത്ഥമുണ്ട് മാനെ. നിനക്കറിയാവോ, ദൈവചിന്തയില്ലാത്ത, ഭയമില്ലാത്ത,
സന്തതികളെക്കുറിച്ചുള്ള ദൈവപിതാവിൻ്റെ, നമ്മുടെ അപ്പൻ്റെ വിലാപ ഗീതമാണ് മോളെ അത്. നിന്നെ നാളെ മഠത്തിലേക്ക് വിടുന്നത് ഒരു ഉദ്യോഗസ്ഥയാക്കി തീർക്കാൻ വേണ്ടിയിട്ടല്ല. എടി, കടല് പോലുള്ള ദുഃഖം ഈ വീട്ടിലേക്ക് കടന്നു വന്നാലും ഞങ്ങളെല്ലാവരും അത് സഹിക്കും, അത് ക്ഷമിക്കും, അത് മുന്നേറും, അതിനെ ഞങ്ങൾ മുന്നേറും. എന്നാൽ എൻ്റെ മോളെ, നീ ദൈവഭയത്തിലല്ല, നീ ദൈവചിന്തയിലല്ല, നീ ദൈവസ്നേഹത്തിലല്ല, നീ ദൈവത്തെ മറന്ന് തന്നിഷ്ടത്തോടു കൂടെ അനുസരണക്കേട് കാണിച്ച് നിന്റെ ഇഷ്ടം പോലെയാണ് നീ ജീവിക്കുന്നതെങ്കിൽ എടി, അത് ഞങ്ങൾക്ക് സഹിക്കാനാവില്ല. ഞാൻ മനഃപൂർവ്വമാടി ആ പാട്ടുപാടിയത്. കാള തൻ്റെ ഉടയവനെ അറിയുന്നു, കഴുത തൻ്റെ യജമാനൻ്റെ തൊഴുത്തും, എന്നാൽ വളരെ നാളുകളായി എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. എത്ര നാളായല്ലേ ചിലരോട് ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നു? എത്ര നാളായി നമ്മളിങ്ങനെ ലാഘവത്തോടെ വഴി മാറി നടക്കുന്നു? എത്ര നാളായി ക്ഷമിക്കാനുള്ള 100 കാരണങ്ങൾ ക്ഷമിക്കാതിരിക്കാൻ ഉണ്ടായിരുന്നിട്ടും പ്രിയപ്പെട്ടവരെ, ഒരു കരുണ കാണിച്ച അയൽവക്കംകാരോട്, കുടുംബത്തിലേക്ക് കടന്നു വരുന്നവരോട്, രക്തബന്ധത്തിൽപ്പെട്ടവരോടൊന്ന് ക്ഷമിക്കാൻ സാധിച്ചാൽ ദൈവം നമ്മളോട് കരുണ കാണിക്കാതിരിക്കുമോ? സഹോദരങ്ങളെ, അന്ന് എൻ്റെ അമ്മ മരിച്ചിട്ട് ഇത്രയും വർഷമായെങ്കിലും ഇന്ന് പിന്നണി ഗാനത്തിൻ്റെ സഹായത്തോടുകൂടെ നമ്മളെല്ലാവരും ഈ ഗാനം ഞാൻ 100 സ്റ്റേജുകളിൽ ഇങ്ങനെ പാടി പ്രാർത്ഥിക്കാറുണ്ട്. ആ അമ്മയുടെ മകളായി ജനിക്കാനുള്ളൊരു ഭാഗ്യമാണ് കർമ്മല സഭയുടെ വിശുദ്ധ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ ഇന്നും നിലനിന്ന് ഈ മഹാനുഗ്രഹത്തിൻ്റെ ഈ വാഗ്ദാന പേടകം കരങ്ങളിൽ എടുക്കുവാൻ ദൈവം തന്ന ഭാഗ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നമ്മൾ വളർത്തുന്ന കുഞ്ഞുങ്ങൾക്ക് മറ്റൊന്നും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരെ ദൈവഭയത്തിൽ വളർത്തുക, ദൈവചിന്തയിൽ വളർത്തുക. അവർക്ക് ദൈവവചനം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. അവരുടെ ബർത്ത്ഡേക്ക് വേണ്ടി നമ്മൾ പായസം ഉണ്ടാക്കാനും കേക്ക് വാങ്ങിക്കാനും പുത്തനുടുപ്പ് വാങ്ങിക്കാനും അതിന് എംബ്രോയിഡറി തയ്ക്കാനും ഒക്കെ എന്തെല്ലാം സ്ഥലങ്ങൾ ഈ കട, എന്തുമാത്രം സമയം ഗൂഗിള് ആപ്പുകൾ സെർച്ച് ചെയ്ത് ഡ്രസ്സുകൾ എല്ലാം നമ്മൾ ആമസോണിലൂടെ വരുത്തിച്ച് എന്തുമാത്രം സമയം എടുക്കുന്നല്ലേ. എന്നാൽ അവരുടെ വയസ്സിൻ്റെ സങ്കീർത്തനം 15 വയസ്സായ കുഞ്ഞിനോട്, വെടി നിന്റെ 15ാം സങ്കീർത്തനം നീ ഒന്ന് പഠിക്കെന്ന് പറയാൻ അമ്മ എന്തുകൊണ്ടാണ് നിന്റെ നാവ് പൊങ്ങാത്തത്? നീ പഠിച്ചിട്ടില്ല. അപ്പം മക്കളെങ്കിലും അത് ചെയ്യാൻ നിങ്ങൾ അവരെ നിർബന്ധിക്കണം. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? കർത്താവേ, നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? കറകൂടാതെ ജീവിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവ് കൊണ്ട് വഞ്ചിക്കാത്തവനും. ഹല്ലേലൂയ. ഈ ഇരിക്കുന്ന അമ്മച്ചിമാരോടും അപ്പച്ചന്മാരോടും അവരവരുടെ വയസ്സിൻ്റെ സങ്കീർത്തനം അറിയാവുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ മുഖം കുമ്പിടുമെന്ന് എനിക്കറിയാം. ഞാൻ ചോദിക്കുന്നേ ഇല്ല. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, ഇത് സ്വീകാര്യമായ ദിവസം, ഇത് രക്ഷയുടെ സമയം. ഇന്ന് നമുക്ക് ആരംഭിക്കണം. കുറച്ച് സമയം ചെലവഴിക്കുക. മൊബൈലിൻ്റെ അടുത്ത് നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും, ഏത് യാത്രയിലാണെങ്കിലും, ഏത് ആടിനെ തീറ്റുവാണെങ്കിലും ഇന്ന് നമ്മൾക്ക് ഈ യന്ത്രം കയ്യിലെടുത്ത് ഉപയോഗിക്കാൻ നമുക്കറിയുകയും ചെയ്യാൻ, നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് സഹോദരങ്ങളെ. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ഇതുവരെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളല്ലോ. ആകയാൽ നമ്മളിന്നൊരു വചന അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊരു വിശ്വാസത്തിൻ്റെ ചൈതന്യം ഒന്ന് ഉജ്ജ്വലിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബ വൃക്ഷത്തിൽ എന്ത് തന്നെ സംഭവിച്ചെന്നിരിക്കലും പ്രിയപ്പെട്ടവരെ, ദാവീദിൻ്റെ കുടുംബത്തിൽ കൊലപാതകം നടന്ന കുടുംബമാണ്, അതുപോലെ തന്നെ വ്യഭിചാരം നടന്ന കുടുംബമാണ്, ഇങ്ങനെയെല്ലാം പ്രമാണം ലംഘിക്കപ്പെട്ട കുടുംബമാണ്. ഈ കുടുംബ വൃക്ഷത്തിലാണ് യേശുക്രിസ്തു പൂജാതനായതെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ദാവീദ് തൻ്റെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ അപജയങ്ങളും ഓർത്ത് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ വിലപിച്ച് നീറി കണ്ണുനീരൊഴുക്കി ചങ്കുപൊട്ടി നിലവിളിച്ചു. സങ്കീർത്തനം 39-ാം അധ്യായത്തിൽ വായിക്കുന്നു, കർത്താവേ, ഞാൻ അങ്ങേക്ക് അല്പനേരത്തേക്ക് മാത്രമുള്ള അതിഥിയാണല്ലോ. ഞാൻ കണ്ണുനീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുത്, ഞാൻ കണ്ണുനീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേ എന്ന് പറഞ്ഞ് സങ്കീർത്തകനായ ദാവീദ് പ്രാർത്ഥിച്ചു. നമുക്ക് ഒരു അനുതാപ കണ്ണുനീര് വീഴ്ത്താം. ഈ വചനത്തോട് നാം കാണിക്കുന്ന നിസ്സംഗത, ഈ വചനത്തെ നാം കാണിക്കുന്ന നിസ്സാരവൽക്കരണം, ഈ വചനത്തിന് നാം കൊടുക്കാതെ പോയ വില, ദൈവവചനം വായിക്കാനും പഠിക്കാനും പ്രസംഗിക്കാനും നമുക്ക് അവസരം കിട്ടിയിട്ടും എത്രയെത്ര അവസരങ്ങൾ നാം നഷ്ടപ്പെടുത്തി. ഇന്ന് നിങ്ങളുടെ വേവും വേദനയും എന്ത് തന്നെയാണെങ്കിലും, നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അസ്ഥികൾ പൂക്കുന്ന താഴ്വരയെക്കുറിച്ചല്ലേ. ജീവനും സ്നായുക്കളും ഞരമ്പും ഒന്നുമില്ലാതിരുന്ന് പരസ്പരം വേർപെട്ടിരുന്ന അസ്ഥികൾ അവിടെ ഒരു കൂമ്പാരം കൂടി കിടക്കുകയാണ്. വലിയൊരു സാധ്യതയാണ് പ്രവാചകന്റെ മുൻപിൽ. ദൈവം ചോദിക്കുകയാണ്, പ്രവാചക, ഈ കിടക്കുന്ന അസ്ഥികൾക്ക് ജീവിക്കാൻ സാധിക്കുമോ? അവൻ്റെ വിശ്വാസത്തെ ഉണർത്തുകയാണ്. അപ്പോൾ പ്രവാചകൻ, ദൈവമായ കർത്താവ്, എനിക്കറിഞ്ഞുകൂടാ, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? നീ ഇവയോട് എന്ത് പറയണം?
നീ ഇവയോട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനം പറയണം. എന്തു പറയണമെന്ന്? നീ ഇവയോട് എന്ത് പറയണമെന്ന്? ദൈവത്തിൻ്റെ വചനം പറയണം. അവൻ എന്താ പറഞ്ഞത്? അവൻ എന്ത് പറഞ്ഞു അതിനോട്? അവൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം പറഞ്ഞപ്പോൾ യാതൊരു പ്രതീക്ഷയ്ക്കും സാധ്യതയില്ലാതിരുന്ന, യാതൊരു തരത്തിലും കുറേ അസ്ഥിക്കൂമ്പാർ ഇവിടെ കിടന്നിട്ട് അത് മനുഷ്യനായി ഒരു സൈന്യം പോലെ എണീറ്റ് കരങ്ങൾ വെച്ച് ഞരമ്പും ഒക്കെ വെച്ച് എണീറ്റ് നിന്ന് അവിടെ ജീവശ്വാസത്തോട് കൽപ്പിച്ച് അവിടെ ജീവൻ വെച്ചെന്നൊക്കെ പറഞ്ഞ പ്രിയപ്പെട്ടവർ, എന്താ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്? ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വിണ്ടുണങ്ങി വരണ്ട മാനസം പോലെ ആത്മീയ ജീവിതത്തിൽ ശുഷ്കിച്ച് പലപ്പോഴും അസ്ഥികൾ വരണ്ട് കിടക്കുന്നത് പോലെ ഒരു വരൾച്ച. കുരിശുവരയ്ക്ക് വരാനേ അവർക്ക് താല്പര്യമില്ല. പല സ്ഥലങ്ങളിലേക്ക് അവർ ഡാൻസ് കളിക്കാനും അതിനും ഇതിനൊക്കെ അവർക്ക് ഭയങ്കരമായ താല്പര്യമാണ്. ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്തിരുത്തി ആ കുഞ്ഞുങ്ങളെ ആത്മനാ കണ്ടെങ്കിലും അവരുടെ അവരുടെ ജീവിതത്തെ ഒന്ന് കണ്ട്, മാതാപിതാക്കന്മാരെ നിങ്ങൾ വചനം വായിച്ച് പ്രാർത്ഥിക്കുകയും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വചനം വായിക്കുക. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം 5-6. 2 കരം ഉയർത്തി പ്രാർത്ഥിച്ചേ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും. നിങ്ങൾ കണ്ണടച്ച് വന്ന് എന്നിട്ട് നിങ്ങളുടെ മക്കളെ ഒക്കെ ഒന്ന് കണ്ടേ, നിങ്ങളുടെ കുരിശ് വരയ്ക്കുന്ന സമയം ഒന്ന് കണ്ടേ, അഭിഷേകമില്ലാതെ പോകുന്ന കുടുംബത്തിൻ്റെ പ്രാർത്ഥനാ നിമിഷങ്ങളെ ഒന്ന് കണ്ടേ. ഏതെങ്കിലും തരത്തിൽ മക്കൾ മാധ്യമങ്ങൾക്കൊക്കെ അടിമപ്പെട്ടു പോയെങ്കിൽ, എന്തെങ്കിലും കുടുക്കുകളിലോ പ്രേമക്കുരുക്കുകളിലോ എന്തെങ്കിലുമൊക്കെ കുരുക്കുകളിൽ നമ്മൾ ലഹരി മാഫിയയിലൊക്കെ പെട്ടുപോയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ മേൽ ഈ സമയം ദൈവ കരുണ ഒഴുക്കപ്പെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മുടെ മധ്യത്തിലുണ്ട്, പരിശുദ്ധ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്, സ്വർഗീയ വ്യൂഹം മുഴുവൻ ഇവിടെയുണ്ട്. എല്ലാവരും വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വച്ചു പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും ചെയ്യും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി വയ്ക്കാം. എന്താണ് വചനം? ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാൻ നിങ്ങളുടെ മേൽ എന്ത് വെച്ചു പിടിപ്പിക്കുന്നു? ഞരമ്പുകൾ വച്ചു പിടിപ്പിക്കുന്നു. എന്ത് വെച്ചു പിടിപ്പിക്കുന്നു? ഞരമ്പുകൾ വച്ചു പിടിപ്പിക്കുമെന്ന് നോക്കി. ഇല്ലാതിരുന്ന സ്ഥലത്ത് ഞരമ്പുകൾ ഇല്ലാതിരുന്നിടത്ത്, അതായത് നമുക്ക് നമ്മുടെ ആരോഗ്യ മേഖലയിൽ എന്തെങ്കിലും ഞരമ്പ് സംബന്ധമായോ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ വചനമൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വച്ചു പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും ചെയ്യും. അലർജി രോഗം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകൾക്കുള്ള ഉത്തരം ദൈവവചനത്തിലുണ്ട്. എന്നിട്ട് പറഞ്ഞ്, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വച്ചു പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും ചെയ്യും. എന്ത് ഇത് ആര് പറഞ്ഞ ഈ വചനം? ഇതാര് പറഞ്ഞതാ? ഇതാരുടെ വചനം? ഇത് ദൈവം പറഞ്ഞ വചനമാണല്ലേ. ഈ വചനം എന്ത് ചെയ്യണം? ഇത് വിശ്വസിക്കണം. എസെക്കിയേൽ പ്രവാചകൻ ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ വചനം ഈ 2023 ആണ്ട് ഈ ദിവസം എന്നോട് പറഞ്ഞതാണെന്ന് അത് വിശ്വസിച്ച് ഞാനത് ഏറ്റെടുത്ത് ഞാൻ എന്ത് ചെയ്യണം? അത് ഉച്ചത്തിൽ അത് പ്രഖ്യാപിക്കണം. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞരമ്പിന് കേടുണ്ട് സിസ്റ്റർ. എൻ്റെ നടുവിൻ്റെ ഇടയിലൂടെ ഉള്ള ഒരു ഞരമ്പ് ഇങ്ങനെ അത് ഒരുമിച്ച് ഇങ്ങനെ കൂടിക്കലർന്നിരിക്കുകയാണ്. അത് വിട്ടു പോരുന്നില്ല. ഞരമ്പിൻ്റെ അസ്വസ്ഥതയുള്ള എല്ലാവരെയും വചനം അങ്ങോട്ട് ഏറ്റെടുത്തേ. ഒരു കുട്ടി വന്നിട്ട് പറയുകയാണ്, സിസ്റ്റർ 7 വർഷമായി എൻ്റെ കാലിലെ മുറിവ് ഉണങ്ങുന്നില്ല, ഒരുപാട് മരുന്ന് കഴിച്ചു, ഈ അലർജി രോഗം മാറുന്നില്ല, തലയിൽ മുഴുവൻ താരനാണ്, അലർജി ഒന്നും മാറുന്നില്ല സിസ്റ്റർ. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വച്ചു പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും. ഓർത്തു നോക്കിയ വചനത്തിൻ്റെ ഒക്കെ അർത്ഥം എന്താണ്? ചർമ്മം പൊതിയുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു സൈന്യം പോലെ ആ വരണ്ട ഒന്നുമില്ലാതെ കിടന്ന ഒരു ഞരമ്പോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാതിരുന്ന അതെല്ലാം അസ്ഥിയോട് ചേർന്ന് സ്നായിക്കൽ പിടിച്ച മനുഷ്യരൂപം പ്രാപിച്ച ഒരു സൈന്യം പോലെ എണീറ്റ് നിന്നു. എന്ത് കേട്ടപ്പോഴാണ് അത് എണീറ്റ് നിന്നത്?
ആ മനുഷ്യന് എസെക്കിയേൽ എന്താ ചെയ്തത്? എസെക്കിയേൽ പ്രവാചകൻ വചനം പറഞ്ഞപ്പോൾ ഒരു കിരികിരാ ശബ്ദത്തോടെ, നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചാൽ ഇപ്പോൾ കേൾക്കാൻ പറ്റും പല കിരികിരാ ശബ്ദങ്ങൾ ഇവിടെ. കാരണം നിങ്ങൾ എന്താ കേട്ടോണ്ടിരിക്കുന്നത്? ദൈവവചനമാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. സക്കേവൂസ് എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ ഈശോയെ കാണണമെന്ന ആഗ്രഹത്തോടു കൂടെ അവൻ മരത്തിൻ്റെ മുകളിലേക്ക് കയറി. ഇതാ ഈ കാരിസ് ഭവൻ റിട്രീറ്റ് സെൻറ്ററിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ ഈശോയെ കാണാൻ, വചനം കേൾക്കാൻ, ഈശോയെ നേടാൻ വേണ്ടി നമ്മൾ ഉടുത്തൊരുങ്ങി നമ്മൾ ഈ കോമ്പൗണ്ട് കടന്നപ്പോഴേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ആര് കയറിയിട്ടുണ്ട്? സക്കേവൂസ് മരത്തിന് മുകളിലേക്ക് കയറിയപ്പോൾ സക്കേവൂസിൻ്റെ വീട്ടിലേക്ക് ഈശോ കയറിയെങ്കിൽ ഇന്ന് ഉടുത്തൊരുങ്ങി നിങ്ങളാരും ഈ ഒരു ശനിയാഴ്ച പണിയൊന്നും ഇല്ലാതിരുന്നിട്ടോ, ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നവരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ ഈശോയെ കാണാൻ, ഈശോയെ കേൾക്കാൻ, ഈശോയെ ആരാധിക്കാൻ, ഈശോയ്ക്ക് മഹത്വം കൊടുക്കാൻ വേണ്ടി നമ്മൾ നല്ല ഒരു ഉടുത്തൊരുങ്ങി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ അനുഗ്രഹത്തിൻ്റെ കര ഉയർത്തി ഈശോ നിൽക്കുന്നു. ഹല്ലേലൂയ. കരപിടിച്ച് ഈശോയ്ക്ക് മഹത്വം കൊടുത്തേ. താങ്ക് യു ജീസസ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം നമ്മളൊന്ന് ഉണർത്തണം. നമ്മുടെ വിശ്വാസം എത്ര അധികമായിട്ടുണ്ട്, മക്കൾക്കും അതേപടി തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ശക്തി, എൻ്റെ അമ്മയുടെ ദൈവം വിളി കേൾക്കുന്ന ദൈവമാണെന്ന് എത്ര മക്കൾക്ക് പറയാനായിട്ട് സാധിക്കും? എൻ്റെ അമ്മ എന്തോരം പ്രാർത്ഥിച്ചിട്ടും സിസ്റ്ററെ, എങ്കിലും ആ കുട്ടികൾക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ നമ്മൾ പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു വിശ്വാസ ചൈതന്യം, ഒരു ദൈവ ഭയം പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു കാലം വരുമ്പോൾ അവരറിയാതെ അവർ പ്രാർത്ഥിച്ചു കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ കരുണയ്ക്ക് വേണ്ടിയിട്ട്, ഒരു വിശ്വാസത്തിൻ്റെ ശക്തി ഒന്ന് ഉജ്ജ്വലിക്കുവാൻ വേണ്ടി. ഈ ഒരു കാലഘട്ടം മറ്റേത് കാലഘട്ടത്തെക്കാളും വിഷലിപ്തമാണെന്ന് നമ്മൾ പറഞ്ഞു. വിശ്വാസത്തിൻ്റെ ശക്തിയില്ലാതെ നമുക്ക് ആർക്കെങ്കിലും മുന്നോട്ട് പോകാനാവുമോ? എന്തെല്ലാം പ്രതിസന്ധികളാണ് നാനാ ഭാഗത്തു നിന്നും, അകത്തു നിന്നും വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി, പുറത്തു നിന്നും വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി. ഇവിടെയെല്ലാം പിടിച്ചു നിൽക്കണമെങ്കിൽ, ഇവിടെയെല്ലാം തീയായും തീക്കട്ടയായും ജ്വാലയായും നമ്മൾ കുതിച്ചുയരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ കത്തി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനമുണ്ടാകണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരു മനുഷ്യ വ്യക്തിയുടെ വാക്കിനോ ഒരാളുടെ ഒരു ആവശ്യമില്ലാത്ത ഒരു പ്രവൃത്തികൾക്ക് ഒന്നിനും നഷ്ടപ്പെടുത്താനാവാത്ത വിധം, നമ്മുടെ മനസ്സിനെ അധൈര്യപ്പെടുത്താനാവാത്ത വിധം ദൈവവചനത്തിൻ്റെ കനൽ കട്ടകൾ നമ്മുടെ ഉള്ളിൽ എരിയട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങൾ പാചകം ചെയ്യേണ്ടത് സ്നേഹമാണ്. കുട്ടികൾ വന്നിട്ട് പറയും, ഞാൻ സെൻറ്റ് അഗസ്റ്റിൻസ് അവിടെ ഹൈസ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറാണ്, 10ലെ ക്ലാസ് ടീച്ചറായിരുന്നു ഞാൻ. 64 പെൺകുട്ടികളാണ് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നത്. കുട്ടികൾ ഒത്തിരി സന്തോഷമായിട്ട് ഒത്തിരി വിശേഷങ്ങൾ പറയും. അവർക്ക് പറയാനുള്ളത് എന്താണ്? എൻ്റെ അമ്മ ഒത്തിരി പ്രാർത്ഥിക്കും സിസ്റ്ററെ, പക്ഷെ അമ്മയുടെ പ്രാർത്ഥനയിൽ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. അമ്മയ്ക്കൊരു സ്നേഹവും ഇല്ല സിസ്റ്റർ. പിന്നെ എന്തിനാ ഈ കൊന്തയെടുത്ത് പ്രാർത്ഥിക്കുന്നത്? സ്നേഹം ഉണ്ടാകാൻ വേണ്ടിയല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഈ സ്നേഹമില്ലാത്ത പ്രാർത്ഥന ആർക്ക് വേണം സിസ്റ്റർ? എൻ്റെ അമ്മ ചെയ്ത ഒരു പ്രവൃത്തി എന്നെ ഒത്തിരി വേദനിപ്പിച്ചു സിസ്റ്റർ. എൻ്റെ അമ്മ ഞങ്ങൾ കുമ്പസാരിക്കാനായിട്ട് നിന്നു. അമ്മയെ ഞാനും കുമ്പസാരിച്ചു. വരുന്ന വഴിക്ക് മുഴുവൻ ഞങ്ങൾ സുഹൃദേവൊക്കെ ചെല്ലാന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോന്നു. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ വല്യമ്മ കിടന്ന കിടപ്പാണ്. അമ്മ അറിയാതെ ഇവർ താമസിച്ച് പോയത് കൊണ്ട് ബെഡിൽ മുഴുവൻ യൂറിനായി. അപ്പോൾ എൻ്റെ അമ്മ ആ പായോടുകൂടെ അമ്മേനെ വലിച്ച് ചാടിച്ച് നിലത്തേക്ക് ഇട്ടിട്ട് 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യത്തില്ല. എൻ്റെ അമ്മ ഭയങ്കര വല്യമ്മയോട് പറയണ കേട്ടിട്ട് ഞാൻ പോയി മുറിയടച്ചു. എന്തിനാ അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? സ്നേഹമില്ലാത്ത പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കുമോ സിസ്റ്റർ പറ. നമ്മുടെ 10ാം ക്ലാസ്സുകാർ ബോധമില്ലാത്തവരാണെന്നൊന്നും നിങ്ങൾ വിചാരിച്ചേക്കരുത്. നിങ്ങളുടെ മക്കൾ, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായിട്ട് മാറണം. മക്കൾ അത് കണ്ട പഠിക്കുന്നത്. ഒരു ആത്മസംയമനത്തോടും ഒരു ആത്മനിയന്ത്രണത്തോടും കൂടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ വിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത് എത്ര വലിയൊരു സാക്ഷ്യമായിട്ട് മാറി. എൻ്റെ അമ്മ ബൈബിൾ വായിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടില്ല, അധികമൊന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എനിക്കറിയാം എൻ്റെ അമ്മ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ അമ്മ ചെയ്യുന്നത് പോലെ ഞാൻ മനസ്സിലാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഏതെങ്കിലും സിസ്റ്റേഴ്സിനെ കുറിച്ചോ വൈദികരെ കുറിച്ചോ ആവശ്യമില്ലാത്ത ഒരു വാക്ക് വാതുറന്ന് ആരെങ്കിലും സംസാരിച്ചാൽ എൻ്റെ അമ്മ വാ പൂട്ടുമായിരുന്നു. നമ്മളെപ്പോലെയുള്ള ആളുകളല്ലേ അവരും. നിങ്ങൾ എന്തിനാ അവരെക്കുറിച്ച് ആവശ്യമില്ലാത്ത പറയുന്നത്? നമ്മുടെ മക്കളല്ലേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞങ്ങളുടെ വീട് കോൺവെന്റിന്റെ അടുത്ത് തന്നെയാണ്, തൊടുപുഴ. അപ്പോൾ
ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ എൻ്റെ അവിടെ ഇങ്ങനെ കൊച്ചു കുട്ടികളൊക്കെ ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ കുട്ടികൾ മിറ്റമൊക്കെ അടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കണ കാണാം. ഒരു ദിവസം ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ നമുക്കിങ്ങനെ മടത്തിൽ ചേരാനൊക്കെ സാധിക്കുമോ? നമ്മളിങ്ങനെ മടത്തിലൊക്കെ ചേർക്കുമോ? നമുക്കതിനുള്ള യോഗ്യതയുണ്ടോ? ഈശോയുടെ മണവാട്ടിയാകാനുള്ള യോഗ്യതയൊക്കെ നമുക്കുണ്ടോ? സാധാരണക്കാരായി നമ്മളെ അങ്ങനെ മടത്തിലൊക്കെ ചേർക്കുമോ അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അമ്മ ഉടനെ പറയണേ, എൻ്റെ മോനെ, നീ ഇന്ന് മുതൽ കുർബാനയ്ക്ക് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കടി. ഈ മഠത്തിൻ്റെ മിറ്റ് പഠിക്കാൻ പോലും കിട്ടുന്നത് ഒരു മഹാഭാഗ്യമാണ്. നീ ഇന്ന് പ്രാർത്ഥിക്ക്, ഒരു ദൈവവിളി കിട്ടാൻ പ്രാർത്ഥിക്ക്. ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ആരക്കുഴ സ്കൂളിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു രൂപത്തിൻ്റെ മുമ്പിൽ, മാതാവിൻ്റെ രൂപത്തിൽ കർമ്മല അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കൊരു ദൈവവിളി കിട്ടണമെന്ന്. പക്ഷെ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു. ഞാൻ എന്നും ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കും, എൻ്റെ മക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്കൊരു ദൈവവിളി കിട്ടാൻ കർത്താവേ കരുണയായിരിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത കുർബാനയില്ല. മോളെ, പട്ടുസാരിയുടെ എണ്ണത്തിൽ ഒരു ഫലവും ഇല്ല, ഒരു സന്തോഷം കിട്ടാനില്ല പട്ടുസാരിയുടെ എണ്ണത്തിൽ. എടി, ഭർത്താവിൻ്റെ നിറത്തിലും ഒന്നും പ്രതീക്ഷിക്കാനില്ല. നമ്മുടെ ഉള്ളിൽ ദൈവഭയം ഉണ്ടോ, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. കുടുംബജീവിതം നന്നായിരിക്കുന്നത് ഭർത്താവ് നന്നായത് കൊണ്ടല്ല, ഞാൻ നന്നായിരിക്കുന്നത് കൊണ്ടാണ്. കുടുംബജീവിതം നന്നാവുന്നത് ഭർത്താവ് നന്നായത് കൊണ്ടല്ല, ഞാൻ നന്നാവുന്നത് കൊണ്ടാണ്. ഞാൻ നന്നാകണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നിൽ വിശ്വാസം, കർത്താവിൻ്റെ വചനങ്ങൾ, യേശുക്രിസ്തുവായിട്ടുള്ള വ്യക്തിപരമായ സ്നേഹബന്ധം കത്തി കത്തി പടരണം. ഹല്ലേലൂയ. ഈ ഒരൊറ്റ ജീവിതം മാത്രം നമുക്കുള്ളൂ. സങ്കീർത്തനം 90-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ ആയുസ് എത്രയാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്? എല്ലാവർക്കും ഏറിയാലെ കാര്യമാണല്ലോ അറിയാവുന്നത്. നോർമൽ എത്രയാ? കർത്താവേ, സങ്കീർത്തനം 90:10, കർത്താവേ ഞങ്ങളുടെ ആയുസ് 70 വർഷമാണല്ലോ, ഏറിയാൽ 80. ചിലരുടെ ഇവിടെ ബോണസൊക്കെ കിട്ടിയവരോട് ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത്ര ആയുസുള്ളൂന്ന്. ഈ ആയുസിലാണ് നമ്മൾ ഈ ക്ഷമിക്കാതെ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും മുഖവും വാട്ടി മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സ്റ്റോപ്പ്. നമുക്ക് അവസാനിപ്പിക്കാം. ടുഡേ ഈസ് ദ ഡേ. സന്തോഷത്തോടു കൂടെ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നതിന് പകരം സ്നേഹം പാചകം ചെയ്തൊന്ന് വിളമ്പിക്കേ. ഭക്ഷണം പാചകം ചെയ്തിട്ട് സ്നേഹം വിളമ്പുന്ന സ്ഥലമാണ് കുടുംബം. സ്നേഹം പാചകം ചെയ്ത് വിളമ്പാത്ത കുടുംബങ്ങളിലെ ജീവിത പങ്കാളിയുടെ വിശപ്പ് മാറത്തില്ല, മക്കളുടെ വിശപ്പ് മാറത്തില്ല. നമ്മൾ പാചകം ചെയ്യണം. നമുക്കറിയാം, ഉള്ളി തീ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? ഞങ്ങൾ പലപ്പോഴും കോതമംഗലത്ത് ഞങ്ങൾ ഒരു മദർ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വാങ്ങിക്കാമെന്ന് പറയുമ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൻ്റെ പേര് പറയും, ഇന്ന ഹോട്ടലിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം. ആ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ടേസ്റ്റാണ്. ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ കഴിച്ച ഞങ്ങൾക്കറിയാം. എന്താ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാക്കുന്നത്? തീ, അല്ലേ? തീയുടെ ഏറ്റക്കുറച്ചിലാണ് ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. അമ്മമാരെ, നിങ്ങളുടെ ഉള്ളിൽ തീ ഉണ്ടായിരിക്കട്ടെ. എന്തിൻ്റെ തീ? സ്നേഹത്തിൻ്റെ തീ. അതുണ്ടെങ്കിൽ ആഹാരമൊക്കെ സ്നേഹത്തിൻ്റെ തീ ഉള്ളിൽ വരുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് സ്നേഹം ഉണ്ടാകും, നിങ്ങളുടെ പ്രവർത്തികൾക്ക് സ്നേഹം ഉണ്ടാകും. വീട്ടിൽ കയറി വരുന്നവരോട് സ്നേഹത്തോടെ, അവരെന്ത് തന്നെ പാതകം ചെയ്തിട്ടുള്ളവരാണെങ്കിലും അവരോട് സ്നേഹത്തോടെ പെരുമാറാൻ നമുക്ക് സാധിക്കും. നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാനും ലാസറും. ധനവാൻ അവിടെ നരകത്തിൻ്റെ തീയിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്, പിതാവായ അബ്രാഹമേ, ലാസറിൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാൻ ഒരു തുള്ളി വെള്ളമായിട്ടൊന്ന് അയക്കണമേ. ലാസറിൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി അയക്കണമേ. അയച്ചോ? സ്വർഗത്തിൽ നിന്നും കിട്ടുന്ന ഒരു തുള്ളി വെള്ളത്തിൻ്റെ ശക്തി എന്താണെന്ന്, സ്വർഗത്തിലെ ഒരു തുള്ളി വെള്ളത്തിൻ്റെ ശക്തി എന്താണെന്ന് അതുവരെയും ഈ ഭൂമിയിൽ ഇത്രയും ആയുസോടെ ജീവിച്ച ധനവാന് മനസ്സിലാക്കാനായില്ല. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിന്നും കിട്ടുന്ന ഒരു തുള്ളി വെള്ളത്തിൻ്റെ മഹത്വം എന്താണെന്ന് ആ നരകത്തീ കിടന്നപ്പോഴാണ് ലാസറിന് മനസ്സിലായല്ലോ. സോ ടുഡേ ഈസ് ദ ഡേ. എന്താ സ്വർഗത്തിൽ നിന്നും കിട്ടുന്ന വെള്ളം? എന്താണ് സ്വർഗത്തിൽ നിന്നും ആ വിരൽത്തുമ്പ് മുക്കി ധനവാന്റെ നാവ് തണുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത്? സങ്കീർത്തനം 119:89, കർത്താവേ അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. ഈ വെള്ളത്തിന് വേണ്ടി ദാഹിക്കേ. ഞാൻ നൽകുന്ന യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 10-11 വചനം പറയുകയാണ്, ഈ വെള്ളം കുടിക്കുന്ന ഏവനും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന ജലം അവനെ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാക്കി മാറ്റും. ഹല്ലേലൂയ. ഈ ജനം 2 തിന്മ ചെയ്തു. അവർ പൊട്ടക്കിണറുകൾ കുഴിച്ചു. ജലം ശേഖരിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ അവർ കുഴിച്ചു എന്നാണ് പറഞ്ഞത്. ഈ പൊട്ടക്കിണറൊക്കെ ഇന്നൊന്ന് മൂടണം, അല്ലേ? നമുക്ക് ആവശ്യമില്ലാത്ത വെറുപ്പിൻ്റെ പൊട്ടക്കിണറുകളൊന്ന് മൂടിക്കളാം. ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകളുടെയൊക്കെ പൊട്ടക്കിണർ മൂട്. ഇന്ന് ജീവജലത്തിൻ്റെ ഉറവക്കണ്ണുകൾ പൊട്ടിപ്പുറപ്പെടട്ടെ. ആ സമരിയാക്കാരി സ്ത്രീ
ആ കിണറ്റിൻ കരയിൽ വന്ന് അവൾ ഈശോയെ കണ്ടിട്ട് പോയപ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ എല്ലാ പൊട്ടക്കിണറുകളും മൂടിയിട്ട് അവളൊരു കുടമായിട്ടാണ് പോയത്. വലിയൊരു കിണറുമായിട്ട് ആ സ്ത്രീ യാത്ര ചെയ്തു. സമരിയാക്കാരി സ്ത്രീ ഒരു കിണറുമായിട്ട് പോയി. എങ്ങോട്ട് പോയി? അവൾ അയൽവക്കങ്ങളിലേക്ക് ഓടി. നിങ്ങൾ കണ്ടോ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞ ഒരു മനുഷ്യൻ, വിശ്വാസത്തിൻ്റെ വലിയ സാക്ഷ്യം. ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത് നീ പറഞ്ഞിട്ടല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊട്ടക്കിണറൊക്കെ മൂടാൻ നമുക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ എല്ലാ പൊട്ടക്കിണറും യേശുനാമത്തിൽ അടയ്ക്കപ്പെടട്ടെ. ഇന്ന് നമുക്ക് പുതിയ കിണറുകൾ നമുക്ക് കുത്തണം. അവിടെ ജീവജലം നമുക്ക് ശേഖരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ആയുസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ നമ്മൾ വളർത്തണം.